സ്വന്തം ചാനൽ നടത്തുന്ന തദ്ദേശ ഭരണം നേട്ടമോ കോട്ടമോ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. നാടിൻ്റെ സമഗ്ര വികസനം നടക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലൂടെയാണ്. കഴിഞ്ഞ 5 വർഷം ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടുള്ള വികസനം നേട്ടമോ കോട്ടമോ എന്നാണ് ഇന്ന് പരിശോധിക്കുന്നത്. തദ്ദേശ ഭരണം നേട്ടമോ കോട്ടമോ എന്ന ഈ പരിപാടിയിലേക്ക് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണപക്ഷത്തെ പ്രതിനിധീകരിച്ച് കോൺഗ്രസ് നേതാവായിട്ടുള്ള സിറാജുദ്ദീൻ നീലാമ്പ്രയും അതുപോലെ തന്നെ CPM പ്രതിനിധീകരിച്ച് CPM നേതാവ് ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള ഷാഹിന ബാനുവുമാണ് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത്. രണ്ടുപേർക്കും സ്വാഗതം. നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം നടത്തിയിട്ടുള്ള വികസനങ്ങൾ, പ്രധാനപ്പെട്ട വികസനങ്ങൾ എന്തൊക്കെയാണ് വികസനം എന്നുള്ളത് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. ചോക്കാട് ഗ്രാമപഞ്ചായത്ത് 2020-2025 സാമ്പത്തിക വർഷത്തിൽ വിവിധ മേഖലകളിൽ ജനോപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വികസന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ലൈഫ് ഗുണഭോക്താക്കൾ പരിപൂർണമായിട്ടും നിലവിലുള്ള ലൈഫ് ലിസ്റ്റിൻ്റെ പരിപൂർണമായിട്ടുള്ള ഗുണഭോക്താക്കൾ എഗ്രിമെൻ്റ് വെച്ച് ഭവന നിർമ്മാണത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പശ്ചാത്തല മേഖലകളിൽ ഒരു വാർഡിലേക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷത്തിൽ ഒരു 10-12 ലക്ഷം രൂപയുടെ കൂടുതൽ ഓരോ വർഷം ഫണ്ട് ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആരോഗ്യ മേഖലകളിലാണെങ്കിലും അതേപോലെ നമ്മുടെ ഈ കാർഷിക മേഖലകളിലൊക്കെ ഏറ്റവും കൂടുതൽ കർഷകർക്ക് കൊണ്ടുവന്ന ആനുകൂല്യങ്ങൾ, വിള ഇൻഷുറൻസ്, മറ്റു കാര്യങ്ങൾ പഞ്ചായത്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ കിഴങ്ങുവിള കർഷകർക്ക് ധനസഹായം കൊടുക്കുന്ന സംവിധാനം 5 വർഷമായി ചോക്കാട് ഗ്രാമപഞ്ചായത്ത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വാഴ കർഷകർക്ക് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ജൈവവളം അതുപോലുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിലും പഞ്ചായത്ത് മുൻപന്തിയിലാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളിലാണെങ്കിൽ സ്കൂളുകളിലേക്കുള്ള ഫർണിച്ചറുകളും മറ്റു ആനുകൂല്യ സംവിധാനങ്ങളെല്ലാം ചോക്കാട് ഗ്രാമപഞ്ചായത്ത് 5 വർഷത്തിനുള്ളിൽ ചെലവഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വനിതകളും കുട്ടികൾക്കുമുള്ള കാര്യങ്ങളാണെങ്കിലും വനിതാ ഘടക പദ്ധതികൾ വെച്ചിട്ട് അവർക്ക് കൊണ്ടുപോകുന്ന സഹായങ്ങൾ പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സാംസ്കാരിക മേഖലകൾ, മൃഗ സംരക്ഷണ മേഖലകളാണെങ്കിലും അതുപോലെ വയോജനങ്ങളുടെ ഉന്നമനമാണെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ പഞ്ചായത്ത് നൽകാൻ കഴിയുന്ന കാര്യങ്ങൾ എല്ലാ മേഖലകളിലെയും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വികസന മുന്നേറ്റങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് ഈ ഒരു 5 വർഷത്തിനുള്ളിൽ ചോക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പദ്ധതിയുമായിട്ട് ആമുഖമായി പറയാനുള്ളത്. നമുക്ക് ലൈഫ് മിഷനിൽ നമുക്ക് എത്ര വീട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ചോക്കാട് പഞ്ചായത്തിൽ? ലൈഫ് മിഷനിൽ നമുക്ക് 400ഓളം ഗുണഭോക്താക്കളാണ് ലിസ്റ്റിലുണ്ടായിരുന്നത്. ആ ലിസ്റ്റിലുള്ളത് ഗ്രാമസഭ അംഗീകരിച്ചു വന്ന ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ മുഴുവൻ ആളുകളെ എഗ്രിമെൻ്റ് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിലൊരു 20 ഗുണഭോക്താക്കൾ അതൊരു പരാതിയുടെ ഭാഗമായിട്ട് മാറ്റി നിർത്തപ്പെട്ടു. ആ 20 ഗുണഭോക്താക്കളെ സർക്കാരിൻ്റെ തീരുമാനമുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞതായിരുന്നു. അതിലും ഒരു 10-12 ആളുകളെ PMAY ഉൾപ്പെടുത്തി അവർക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എഗ്രിമെൻ്റ് വെച്ച് വീട് കൊടുത്തു. ഈ ഒരു 5-8 കുടുംബങ്ങൾ, അതായത് PMAY ലിസ്റ്റിൽ ഇല്ലാത്തതും എന്നാൽ വിജിലൻസ് പരാതി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് ചില രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്, അത് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നില്ല. അതിൻ്റെ പേരിൽ മാറ്റി നിർത്തിയ 6-7 ആളുകൾ അല്ലാതെ ഒരു ഗുണഭോക്താവ് ഇനി അവിടെ എഗ്രിമെൻ്റ് വെക്കാനില്ല. പഞ്ചായത്ത് അവരെല്ലാവരെയും ലിസ്റ്റിൽ പരിപൂർണമായിട്ടും എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്. 400ഓളം പേർക്കുണ്ടായിരുന്നു. എന്താണ് പ്രതിപക്ഷത്തിന് നമ്മുടെ ചോക്കാട് പഞ്ചായത്തിൻ്റെ വികസനത്തിൽ എന്താണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാടുകൾ? ചോക്കാട് പഞ്ചായത്തിൽ നമുക്കറിയാം 25 വർഷമായിട്ട് UDF ഭരിച്ചിരിക്കുന്ന ഒരു പഞ്ചായത്താണ് ചോക്കാട് പഞ്ചായത്ത്. അതിലൊരു 10 മാസമാണ് LDFന് ഭരണം കിട്ടിയത്. അത് UDFൻ്റെ അന്നത്തെ ഉള്ളിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മുഖാന്തരമാണ് അന്ന് LDFന് ഭരണം കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഭൂരിഭാഗം അന്ന് ഈ 25 വർഷത്തോളം UDF ഭരിച്ചിട്ടും ചോക്കാട് പഞ്ചായത്തിൽ എന്ത് നേടി എന്നുള്ളതാണ്, എന്ത് പ്രവർത്തനമാണ് അല്ലെങ്കിൽ എന്ത് വികസനമാണ് നമ്മുടെ ചോക്കാട് പഞ്ചായത്തിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതുള്ളത്.
നമുക്കറിയാം നമ്മൾ ഇപ്പോൾ ഈ 5 വർഷത്തെ പദ്ധതി ഇപ്പോൾ എൻ്റെ ബഹുമാനപ്പെട്ട ചെയർമാൻ ഇവിടെ പറഞ്ഞു ഫണ്ട് എല്ലാവർക്കും 10-12 ലക്ഷം രൂപ നിരന്തരം എല്ലാ വർഷത്തിലും കൊടുക്കാറുണ്ട്, എല്ലാവരും ഹാപ്പിയാണെന്നുള്ള രീതിയിലാണ് ആൾ സംസാരിച്ചത്. പക്ഷേ അത് കൊടുക്കുന്നത് സ്വന്തം പാർട്ടിക്കാരെ മുൻനിർത്തിക്കൊണ്ട് സ്വന്തം പാർട്ടിക്കാർക്ക് കൂടുതലാക്കി കൊടുക്കുകയും പ്രതിപക്ഷത്തെ ഏറ്റവും കൂടുതൽ തഴഞ്ഞുകൊണ്ടുള്ള ഫണ്ട് കൊടുക്കുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്, ഇതിനുവരെ ഉണ്ടായിരുന്നത്. നമുക്കറിയാം പല കാര്യങ്ങളും നമ്മൾ പഞ്ചായത്തിനോട് ആവശ്യപ്പെടുകയും പല അടിയന്തര സാഹചര്യത്തിൽ വെച്ച് കൊടുക്കേണ്ട ഫണ്ടുകൾ വെച്ച് കൊടുക്കുന്ന സമയത്തും നമുക്കത് കിട്ടാറില്ല. അഥവാ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ട ഫണ്ടുണ്ട്, ആ ഫണ്ട് തരാതെ അതിൽ കുറച്ചെന്തെങ്കിലും വെച്ച് തന്നു എന്ന് വെച്ചാൽ തന്നു എന്ന് പറയാനുള്ളൊരു അവസരം ഉണ്ടല്ലോ, അതുപോലെ തന്നിട്ട് മാത്രമാണ് പഞ്ചായത്ത് പ്രതിപക്ഷത്തെ ആക്കിയിട്ടുള്ളത്. ഒരു കാര്യവും കൃത്യമായി നടത്താൻ സാധിക്കാത്ത രീതിയിലാണ് പഞ്ചായത്ത് ഇതുവരെ കൊണ്ടുപോയിട്ടുള്ളത്. നമുക്ക് അതായത് നമ്മൾ ഈ അടച്ചാക്ഷേപിക്കുന്നതിന് പകരം ഇന്ന പദ്ധതി നമുക്ക് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ നാടിനാവശ്യപ്പെട്ട പദ്ധതി നടപ്പാക്കിയില്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നു. ഇതുവരെ നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ ഇവിടുന്ന് ചാനലിലെ റിപ്പോർട്ടർമാർ വന്നിട്ട് ഒക്കെ നമുക്ക് അറിയാം, വർക്കിംഗ് ഗ്രൂപ്പ് കൂടുന്ന സമയത്ത് എത്ര കാര്യങ്ങൾ ആ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം പോലും കൃത്യമായി ചെയ്യാൻ വേണ്ടിയിട്ട് ഭരണപക്ഷത്തിന് സാധിച്ചിട്ടുണ്ടോ? ചോക്കാട് പഞ്ചായത്തിൽ ഇന്ന പദ്ധതി ഏതെങ്കിലും ഒന്നെടുത്ത് കാണിച്ചു തരാൻ പറ്റുമോ? ഒന്നും വേണ്ട. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാ പഞ്ചായത്തിലും ചെയ്യുന്നതാണ് ഹരിതകർമ്മസേന. ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഷെഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കൃത്യമായൊരു സ്ഥലം ഉണ്ടാക്കാനോ എല്ലാ പഞ്ചായത്തുകളിലും ഹരിതകർമ്മസേനയ്ക്ക് MCFന്റെ ബിൽഡിങ്ങിന് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഈ MCFന്റെ ബിൽഡിങ്ങിന് സ്ഥലം നമ്മൾ വാങ്ങിയിട്ടുണ്ടോ? MCFന്റെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? അതാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ പഞ്ചായത്തിൽ സ്ഥലം വാങ്ങി മഞ്ഞപ്പെട്ടി ഭാഗത്ത് മമ്പാട്ടുമൂല വാർഡിൽ മഞ്ഞപ്പെട്ടി ഭാഗത്ത് സ്ഥലം ഒരു മറ്റേ തുറന്നു കിടക്കുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു, ആളും ഇല്ലാതെ ഇരുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അത് എടുത്തു എന്ന് പറഞ്ഞല്ലാതെ അതിപ്പോൾ ആ സ്ഥലം കേസിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥലം കേസിൽ പോയതോടെ ആ സ്ഥലം നമുക്ക് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായി എത്രയോ സ്ഥലം നമുക്കിവിടെ കിടക്കുന്നുണ്ട്, തരിശു ഭൂമിയായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതൊന്നും നമ്മൾ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തിയിട്ടില്ല. കുടിവെള്ളം ഏറ്റവും അടിസ്ഥാനമായിട്ട് നമുക്ക് വേണ്ടത് കുടിവെള്ളമാണ്. ആ കുടിവെള്ളം ചെയ്തിട്ടുണ്ടോ? കുടിവെള്ളത്തിന് കാലാകാലങ്ങളായിട്ട് ഫണ്ട് വെച്ച് പോകുക എന്നുള്ളതല്ലാതെ ഇതുവരെ പഞ്ചായത്ത് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ട്. ഓരോ പ്രാവശ്യവും നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പ് കൂടുന്നതിന് മുന്നേ ആസൂത്രണം ചെയ്യും. ഒരു ആസൂത്രണ സമിതി പഞ്ചായത്തിലുണ്ട്. ഈ ആസൂത്രണ സമിതി ഉണ്ട് എന്നുള്ളതല്ലാതെ കൃത്യമായി ആ ആസൂത്രണ സമിതി ആസൂത്രണം ചെയ്തിട്ടാണോ ഈ പഞ്ചായത്തിലെ പദ്ധതികൾ നടക്കുന്നത്? ആസൂത്രണ സമിതി വരും, അത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയും എന്നുള്ളതല്ലാതെ ആസൂത്രണം ചെയ്ത ഏതെങ്കിലും പദ്ധതികൾ പങ്കാളിത്തത്തോട് കൂടിയിട്ട് നടപ്പിലാക്കാനോ സർക്കാർ അനുവദിച്ചുള്ള പദ്ധതി വിഹിതങ്ങൾ കാര്യക്ഷമമായി ചെലവഴിക്കാനോ സാധിച്ചിട്ടുണ്ടോ? സാധിച്ച പഞ്ചായത്താണോ? ഏറ്റവും ഒടുവിൽ പദ്ധതിക്ക് അംഗീകാരം വാങ്ങിക്കാനും അതുപോലെ ഏറ്റവും ലാപ്സായി ഫണ്ട് സ്പിൽ ഓവർ ആക്കി കളഞ്ഞുകൊണ്ട് നടപ്പിലാക്കാത്ത പദ്ധതികൾ കൂടുതലാക്കിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ കഴിഞ്ഞ വർഷമൊക്കെ ലാപ്സായി പോയ പഞ്ചായത്താണ് ചോക്കാട് പഞ്ചായത്ത്. ഓരോ സർക്കാരിന്റെ 4 മിഷൻ ഉണ്ടല്ലോ. ഈ 4 മിഷൻ അതിൽ ലൈഫ് ഇപ്പോൾ ചെയർമാൻ പറഞ്ഞു, ലൈഫിൽ അപേക്ഷിച്ച ആൾക്കാർക്കൊക്കെ 400ഓളം ആളുകൾ അപേക്ഷിച്ചു, അവരൊക്കെ എഗ്രിമെന്റ് വെച്ചു എന്നുള്ളത്. ഈ എഗ്രിമെന്റ് വെച്ച ആളുകൾ എത്ര വർഷമായി അവർ എഗ്രിമെന്റ് വെച്ചിട്ട്? എഗ്രിമെന്റ് വെച്ച ആളുകൾ എത്ര എണ്ണം ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു? പൂർത്തീകരിച്ചാണല്ലോ അവർക്കൊരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുക. വീടില്ലാത്ത കിടപ്പാടമില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കാം എന്ന് പറയുന്നത് ഷെഡിൽ താമസിക്കുന്ന ആളുകൾ, അതുപോലെ ഓല ഷെഡിൽ നിൽക്കുന്ന ആളുകൾ, ചോർന്നരിക്ക് നിൽക്കുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകൾ താമസിക്കാനായിട്ട് അവർക്ക് വീടെന്ന സ്വപ്നം അത് പൂവണിയാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ലൈഫ് എന്ന പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. ആ ലൈഫ് എന്ന പദ്ധതി നാട്ടിൽ നടപ്പിലാക്കണമെങ്കിൽ 5 ലക്ഷത്തോളം വീടുകൾ സംസ്ഥാന സർക്കാരിൽ വീട് പൂർത്തീകരിച്ചു. ഈ പൂർത്തീകരിച്ച് പോയിട്ട് നമ്മുടെ പഞ്ചായത്തിലാകെ 200 ചില്ലാൻ ആൾക്കാരാണ് വീട്ടിൽ എഗ്രിമെന്റ് വെച്ചതായിട്ടുള്ളത്. ഈ എഗ്രിമെന്റ് വെച്ചായിട്ടുള്ള ആളുകൾക്ക് വീട് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ST വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഇന്നും പണി പൂർത്തീകരിക്കാൻ പകുതി പൈസ കിടക്കുകയാണ്. SC ഉള്ള ആളുകൾക്ക് ഇപ്പോഴും പകുതി പൈസ കിടക്കുകയാണ്. അവർക്ക് SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മനസ്സോടിത്തിരി മണ്ണ് എന്ന പദ്ധതി പ്രകാരം അവർക്ക് ഭൂമി വാങ്ങിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടായിരുന്നു.
ആ ഭൂമി വാങ്ങിക്കാനുള്ള സംവിധാനം അത് പഞ്ചായത്ത് ഇടപെട്ടിട്ട് സ്ഥലം വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? ബ്ലോക്കിൽ നിന്ന് കുറച്ച് ആളുകൾക്ക് വീട് കിട്ടി. ആ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയായിട്ട് ബ്ലോക്കിൽ നിന്ന് കുറച്ച് ആൾക്കാർക്ക് സ്ഥലം വാങ്ങിക്കൊടുക്കാൻ കിട്ടി. അല്ലാതെ നമുക്ക് പഞ്ചായത്തിന് ഭൂമി വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഹഡ്കോ വായ്പയാണ് നമ്മൾ എടുത്തിരുന്നത്. ഹഡ്കോ വായ്പ എടുത്തിട്ട് ആ വായ്പയും കൂടി കൂട്ടിയിട്ട് ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വിഹിതം കൂടി കൂട്ടിയിട്ടാണ് പഞ്ചായത്ത് വീട് കൊടുക്കുന്നത്. ഈ കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെതും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെതും വിഹിതം വാങ്ങിക്കൊടുക്കാൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ടോ? ഉദ്യോഗസ്ഥന്മാരാണ് കൊടുക്കേണ്ടതെന്ന് പറയും. പക്ഷെ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കേണ്ട സമയത്ത് കൊടുത്തോ ഇല്ലേ എന്നുള്ളത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ആ ഭരണസമിതിക്കുണ്ട്. ആ ഭരണസമിതിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്കുണ്ട്. ആ ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരുവിധം വീടുകളൊക്കെ നമുക്ക് ഇവിടെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിരുന്നു. അത് പൂർത്തീകരിച്ചിട്ടില്ല. പിന്നെ ഈ സംഭവം പ്രതിപക്ഷം ഉന്നയിച്ച ഈ ആരോപണം തികച്ചും ജനവിരുദ്ധമായി അറിയാൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ 2020 ഒരു ഭരണസമിതി അധികാരത്തിൽ വരുന്ന സമയത്ത് ലൈഫ് എന്ന് പറയുന്ന ലിസ്റ്റ്, ആ ലിസ്റ്റിലുള്ള ആളുകളെയാണ് പഞ്ചായത്തിന് വീട് അനുവദിക്കാൻ കഴിയുള്ളൂ. അതിനുശേഷം പുതിയ ലിസ്റ്റ് വന്നിട്ടില്ല. പുതിയ ലിസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ അതിന് സംവിധാനം ഉണ്ടാക്കണം. നിലവിൽ അന്ന് ഭവനമില്ലാത്ത ആളുകളെ ലൈഫ് അംഗീകൃത ലിസ്റ്റ് വന്ന് ആ ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് വീട് കൊടുത്തു എന്ന് പറയുന്ന ചോക്കാട് ഗ്രാമപഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് അവിടെ ഭവനപദ്ധതിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പം ഈ ഒറ്റ സെക്കൻഡ്, അതായത് നമുക്ക് ഇപ്പോൾ കരുവാരകുണ്ട് പഞ്ചായത്താണെങ്കിലും ഇപ്പം ഈ അമരമ്പലം പഞ്ചായത്താണെങ്കിലും 600ഉം 800ഉം ആളുകൾക്കും, കാളികാവ് പഞ്ചായത്ത് 550ഓളം ആളുകൾക്കും വീട് കൊടുത്തപ്പോൾ നമ്മൾ മാത്രം എന്തുകൊണ്ട് പുറകോട്ട് പോയി? ചോക്കാട് പഞ്ചായത്ത് മാത്രം എന്തുകൊണ്ട് പുറകു? പഞ്ചായത്തിൽ വന്ന അപേക്ഷ 400ഓളം അപേക്ഷ വന്നു. ആ അപേക്ഷ നമ്മൾ പരിഗണിച്ചത്. ലൈഫ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഏറ്റവും വലിയൊരു വീഴ്ച എന്താ വെച്ചാൽ റേഷൻ കാർഡ് എന്ന് പറയുന്ന സിസ്റ്റം വേണം. റേഷൻ കാർഡ് ഉള്ളവരെ വീട് കൊടുക്കുള്ളൂ, വീടുള്ളവരെ റേഷൻ കാർഡും കിട്ടുള്ളൂ. ഈ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ഇതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നത് സർക്കാരിന് തീരുമാനിച്ചേണ്ട കാര്യമാണ്. ഇതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് കുറച്ച് ആളുകൾക്ക് സ്കൂട്ടിൽ വെച്ച് കെട്ടി നമ്പർ ഇട്ട് റേഷൻ കാർഡ് എടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 300-300 ആളുകൾ അപേക്ഷകർ വന്നു. ആ അപേക്ഷകരെ പരിഗണിച്ച് അവർക്ക് കൊടുത്തു. ഇനി സർക്കാർ വരട്ടെ, പുതിയ സംവിധാനം വരട്ടെ. പുതിയ സംവിധാനത്തിൽ ലിസ്റ്റ് അംഗീകരിക്കാൻ പറയട്ടെ. നമ്മൾ ആ ഗുണഭോക്താക്കളെ കണ്ടെത്തും, ലിസ്റ്റ് അംഗീകരിക്കും. ലിസ്റ്റ് അംഗീകരിച്ച് അവർക്ക് വീട് കൊടുക്കും. ഒരു വർഷത്തിൽ 20% ഭവന പദ്ധതിക്ക് പണം ചെലവഴിക്കേണ്ടത് സർക്കാരിന്റെ കണക്ക് പ്രകാരം. ഒരു 2 കോടി രൂപ ഒരു വർഷം പ്ലാൻ ഫണ്ട് കിട്ടും. അതിന്റെ 20% മാത്രം ചെലവഴിച്ചാൽ എങ്ങനെ ഈ 300 ആളുകൾക്ക് വീട് കൊടുക്കാൻ കഴിയും? കൊടുക്കാൻ കഴിയില്ല. പക്ഷേ അല്ല, ഞാനീ പറഞ്ഞ കാളികാവാണെങ്കിലും കരുവാരകുണ്ടാണെങ്കിലും അമരമ്പലം നമ്മളെ തൊട്ടടുത്ത് ഈ പഞ്ചായത്തുകളൊക്കെ കൊടുത്തല്ലോ. അങ്ങനെ 600ഉം 700ഉം ഇവിടുത്തെ ആളുകളുടെ വികസനം അനുസരിച്ചാണ്. ഇപ്പോൾ ചോക്കാട് ഗ്രാമപഞ്ചായത്തിനെയും കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിനെയും അമരമ്പലം ഗ്രാമപഞ്ചായത്തിനെയും ഒരേപോലെ കമ്പയർ ചെയ്യാൻ കഴിയില്ല. അതിന്റെ സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ അവിടുത്തെ വളർച്ചാ നിരക്കിന്റെ കാര്യത്തിലാണെങ്കിലും ഓൺ ഫണ്ട് സിസ്റ്റമാണ് പഞ്ചായത്തുള്ളത്. ഈ ഓൺ ഫണ്ട് സിസ്റ്റത്തിനനുസരിച്ചാണ് പഞ്ചായത്തിന് വിഹിതം കിട്ടുക. അവിടെ വരുന്ന ആളുകൾ ഇപ്പോൾ കാളികാവ് പഞ്ചായത്തിനെ കാളികാവ് ടൗണിനെ കേന്ദ്രീകരിച്ച് അവിടുത്തെ വീടിനെ കേന്ദ്രീകരിച്ച് അവിടെ 24, 23, 24 വാർഡുണ്ട്. ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഈ പ്രാവശ്യം 21 വാർഡ് ഉണ്ടായിട്ടുള്ളൂ. അതിലേക്ക് തന്നെ ആവറേജ് ആളുകൾ ഉൾക്കൊള്ളിച്ചാണ് ആ വാർഡ് ഉണ്ടാക്കിയത്. അപ്പോൾ പോപ്പുലേഷൻ അനുസരിച്ചാണ് എന്ത് ചെയ്യുക, വികസനങ്ങളും ആളുകളുടെ പെരുപ്പനുസരിച്ചാണ് അവിടെ സംവിധാനങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ടാണ് അപേക്ഷ കിട്ടുമ്പോഴേ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അപേക്ഷ ഓൺലൈൻ സിസ്റ്റമാണ്, മെമ്പർമാർ കൊടുക്കുന്ന അപേക്ഷയല്ല. ഓൺലൈനിൽ അപേക്ഷിച്ച ആളുകളെ പരിശോധന നടത്തി ലിസ്റ്റാക്കി തന്ന അവർക്ക് വീട് കൊടുക്കുക എന്നതാണ് പഞ്ചായത്ത് സിസ്റ്റം. അത് തന്നത് കൊടുത്തു. ഇനി അടുത്ത ലിസ്റ്റ് വന്നാൽ അതും നമുക്ക് കൊടുക്കാൻ കഴിയും. പിന്നെ ഉള്ളത് വീട് പണി പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് പൈസ കൊടുക്കാവുന്ന സംവിധാനമല്ല. അത് അവർ ഘട്ടം ഘട്ടമായി പൂർത്തീകരിച്ച പൈസ കൊടുക്കും. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ സർക്കാർ 1 ലക്ഷം രൂപ നമുക്ക് ലൈഫിൽ തരുള്ളൂ. ബാക്കി 2,20,000 രൂപ ലോണ് തരണം. ആ ലോണ് തരാത്തതിന് പഞ്ചായത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല. 2,20,000 രൂപ പഞ്ചായത്തിന്റെ തലയിൽ കെട്ടിവെച്ച് ലോണായിട്ട് തന്നിട്ട് അടുത്ത് വരുന്ന ഒരു തലമുറയെ കടത്തിലേക്ക് തള്ളിയുടെ സിസ്റ്റം ലൈഫ്. അപ്പോൾ ഈ 2,20,000 രൂപ വെച്ചിട്ട് ഒരു 300 വീടിന് എത്ര പഞ്ചായത്തിന് ബാധ്യത ഉണ്ട്? അതന്നെ യഥാസമയത്ത് അവരെന്തില്ല തരുന്നില്ല. അത് തരാതെ വെക്കുമ്പോൾ പഞ്ചായത്ത് വേണ്ടി പൈസ കൊടുക്കും. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ അതൊരു രാഷ്ട്രീയ ആരോപണമല്ലേ? കാരണം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യം ആണ്
ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ഈ പാർപ്പിടത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്തിന് അല്പം കടം ബാധ്യത വന്നാലും അത് വീണ്ടും സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ നൽകുന്ന പദ്ധതി വിഹിതത്തിൽ നിന്നല്ലേ നിങ്ങൾ ഈ പഞ്ചായത്തുകൾ ഈ ലോൺ അടക്കേണ്ടി വരുള്ളൂ? തികച്ചും അത് ഞാൻ പറയുന്നത് ഇത് ആരോപണം തെറ്റാണെന്നല്ല പറയുന്നത്. ഇതിന്റെ കാര്യം എന്താ വെച്ചാൽ വ്യക്തമായ ഒരു ആരോപണമാണ്. 2,20,000 രൂപ ഒരു വർഷത്തിൽ ഒരു ഗുണഭോക്താവിന്റെ ബാധ്യത വന്നു. ഞങ്ങൾക്ക് തരുന്ന ഓൺ ഫണ്ടിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 12 ലക്ഷം 13 ലക്ഷം രൂപ വായ്പാ തിരിച്ചടവ് ഞങ്ങൾ ചെലവഴിക്കണം. നാളെയിലേക്ക് 200 ഗുണഭോക്താക്കളുടെ വായ്പാ തിരിച്ചടവ് ഞങ്ങൾക്ക് ബാധ്യതയായി വന്നാൽ അടുത്ത വർഷത്തെ വികസനത്തെ പറ്റി ഇതുപോലെ ചോദ്യം ചെയ്യുമ്പോൾ പ്രതിപക്ഷം എന്താ പറയാ, ഒന്നും നടന്നില്ല പറയാം അല്ലെ? അത് നടക്കണമെങ്കിൽ ഈ പൈസ കൂട്ടിത്തരണ്ടേ? നിലവിൽ ഓരോ വർഷവും 20% കൂട്ടിയെടുത്തോ എന്ന് പറയാനല്ലാതെ പണം നമുക്ക് കിട്ടുന്നില്ല. അത് തന്നാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വർക്കിംഗ് ഗ്രൂപ്പിൽ പറയുന്ന കാര്യം ഞാൻ പറയട്ടെ. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഒരു സർക്കുലർ ഉണ്ട്. വർക്കിംഗ് ഗ്രൂപ്പിൽ ആളുകൾക്ക് എന്തും ആവശ്യപ്പെടാം. പക്ഷെ ആ ആവശ്യപ്പെടുന്ന മുഴുവനും അതിന് നിർവ്വഹണം നടത്താൻ പറ്റണം, അതിന് അംഗീകാരം കിട്ടുന്ന കാര്യങ്ങളാവണം. അതേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിനപ്പുറം ബുക്ക് വലുതായിട്ട് കാര്യമില്ല, അതിന് നിർവ്വഹണത്തിനുള്ള സംവിധാനം കാരണം അതില്ലാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളും നടക്കാതെ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ തരിശുഭൂമിയെ സംബന്ധിച്ച തരിശുഭൂമി എന്തെങ്കിലും പരാമർശിക്കണ്ട. ഇവിടെ ചോക്കാട് ഗ്രാമപഞ്ചായത്തില് തരിശുഭൂമി എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾ കൃഷി ഇല്ലാതെ ഭൂമിയാണ്. അത് നമുക്ക് എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റില്ല. നമുക്ക് കിട്ടുന്ന പുറമ്പോക്ക് ഭൂമികൾ, പുറമ്പോക്ക് ഭൂമി 1 ഏക്കർ 25 സെന്റ് സ്ഥലം ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് സെക്രട്ടറി ബില്ല് നികുതി അടച്ചു. അതിന് ഇന്റതാണെന്ന് പറഞ്ഞ് കേസ് ആരും കൊടുക്കാം. എനിക്ക് വേണമെങ്കിൽ ഇന്ത്യയുടെ കേസ് കൊടുക്കാം. അത് സാധുവല്ല അല്ലല്ലോ. കേസ് കൊടുത്ത് നമ്മൾ നോക്കണ്ട. ചോക്കാട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പേരിൽ നികുതി അടച്ച സ്ഥലമാണ്. അതിൽ പഞ്ചായത്ത് കേസിന് പോയിട്ടുണ്ട്. അവിടെ ഒരു 35 ലക്ഷം രൂപയുടെ ടെൻഡറായ MCF ഉണ്ട്. അതവിടെ വരും. യാതൊരു തർക്കവും കാര്യത്തില്ല. പിന്നെ അതിൽ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഫണ്ട് ഓഹരി വെക്കുന്ന കാര്യത്തിൽ 18 വാർഡിലേക്ക് 12,25,000 രൂപ വെച്ചിട്ടാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ ഫണ്ട് ഉപയോഗിച്ചത്. ഇത് ഞാൻ ഇവിടെ വെറുതെ പറയുന്നില്ല. നാളെ ചോക്കാട് ഗ്രാമപഞ്ചായത്തിലേക്ക് ഇതുപോലെ നിങ്ങൾക്ക് വന്നാൽ കാണാവുന്ന കാര്യമാണ്. അവരാർക്കും വിവേചനം ചെയ്തിട്ടില്ല. 3 ലക്ഷം രൂപയുടെ പ്ലാൻ ഫണ്ട് 18 വാർഡിലേക്ക് വെച്ചു. 18-3 കൂട്ടി വയ്ക്കും. ആ പൈസ എല്ലാ വാർഡിലേക്കും ഉണ്ട്. എവിടെയാണ് വിവേചനം വന്നിട്ടുള്ളത്? വിവേചനമുണ്ട് തൊട്ടപ്പുറത്തെ പഞ്ചായത്തുകളിൽ. കരുവാരൂർ പഞ്ചായത്തിൽ വിവേചനമുണ്ട്, അമരമലം പഞ്ചായത്തിൽ വിവേചനമുണ്ട്. ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ വിവേചനം ഇല്ല, ഇന്ന് വരെയല്ല. പിന്നെ മൂന്നാമത്തെ കാര്യം വെച്ചാൽ സ്നാപ്സിന്റെ കാര്യം പറഞ്ഞു, ഫണ്ട് ലാപ്സിന്റെ കാര്യം. ഇപ്പോൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണപ്രദേശത്ത് വെക്കുന്ന ആൾ പറഞ്ഞ കാര്യം എല്ലാവർക്കും ബോധ്യമായതാ. എങ്ങനെയാ ലാപ്സ് വന്നത്? ലാപ്സ് വരാനുള്ള കാരണം എന്താ? ഒരു വർഷത്തെ പദ്ധതിയെ 2-3 വട്ടം നിർവ്വഹണം നടത്താൻ വേണ്ട സംവിധാനം. ആദ്യം നമ്മളോട് 20% അധികരിച്ച് നിങ്ങൾ പദ്ധതി ഉണ്ടാക്കുക പറയും. 20% അധികരിച്ച് പദ്ധതി ഉണ്ടാക്കിയതിനു ശേഷം പിന്നെന്ത് ചെയ്യും? നേരെ അത്ര ഫണ്ട് തരാൻ കഴിയില്ലാന്ന് ഫണ്ട് അലോട്ട്മെന്റ് കുറക്കും. നേരെ നല്ല പദ്ധതിയെ വീണ്ടും വെട്ടിപ്പൊളിക്കും. വീണ്ടും നമ്മൾ അംഗീകാരത്തിന് പോകും. ഒരു വർഷം 3 വട്ടം അംഗീകാരത്തിന് പോകേണ്ട അവസ്ഥയെ പഞ്ചായത്ത് വന്നിട്ടുള്ളത്. ഇങ്ങനെ പഞ്ചായത്തിന് വരിക മാത്രമല്ല, ബില്ല് ക്യൂ ബില്ല് എന്ന സംവിധാനപ്പല്ല. മാർച്ച് 22-ന് നമ്മുടെ ട്രഷറി തുറക്കും. മാർച്ച് 27 ട്രഷറി പൂട്ടും. ഇതിൻ്റെ ഇടയിൽ കൊടുക്കുന്ന ബില്ല് കിട്ടിയാൽ കിട്ടി അല്ലെ? അതെങ്ങനെ? 5 ലക്ഷം രൂപന്റെ ബില്ല് 5 ബില്ലായി കൊടുക്കണം. 1 ലക്ഷം രൂപന്റെ മേലെ ഇന്ന് ട്രഷറി ബില്ല് മാറുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥന് വരുന്ന ഭാരത്തിനാ ഒരു റോഡിന് 3 ലക്ഷം രൂപ 3 ബില്ല് എഴുതണം. 1 ബില്ല് എഴുതാനും 3 ബില്ല് എഴുതാനും ഒരേ ചെലവ്. ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരായിട്ട് ബുദ്ധിമുട്ടിക്കുക. എന്നിട്ട് പറയുന്നത് സർക്കാർ എന്തൊക്കെ ചെയ്തു എന്ന് പറയും അല്ലേ? ഞാൻ പറഞ്ഞ അതിദരിദ്ര സംവിധാനം. അതിദരിദ്രർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായം കൊടുക്കേണ്ട പൈസ എവിടുന്ന? ഞങ്ങൾ ഈ കോൺഫിഡൻസ് എടുക്കണം. സംവിധാനം സർക്കാർ പറയാൻ മാത്രമേ ഉള്ളൂ, നമുക്ക് തരുന്നില്ല. അത് കിട്ടാത്തോടത്തോണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഉള്ളത് കൊണ്ട് ഒപ്പിച്ചു പോകുക. അപ്പോൾ ഓണത്തിന് അതിദരിദ്ര കിറ്റ് കൊടുത്ത് എവിടുന്ന? ഓൺ ഫണ്ട് എടുത്തിട്ടാ. പഞ്ചായത്തിന് ഓൺ ഫണ്ട് എടുത്താൽ കൊടുത്തത്. അതിദരിദ്രർക്ക് വേണ്ടുന്ന ധനസഹായത്തിന് വേണ്ടിയിട്ട് പിന്നെ പഞ്ചായത്തിന്റെ സെക്രട്ടറിയുടെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറഞ്ഞു സർക്കാർ. പേരുകൊണ്ട് മാത്രമായില്ല. അപ്പോൾ നമുക്ക് ഉള്ളൂ സർക്കാർ സംവിധാനത്തിൽ തരുന്ന സാമ്പത്തികം അത് നല്ല രൂപത്തിൽ വിനിയോഗിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതുവരെ അത് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. അതിൽ വിവേചനമില്ല. ഇപ്പോൾ പറഞ്ഞ ഈ കാര്യം ഈ 5 വർഷം
എല്ലാ വാർഡിലേക്കും ഒരേ രൂപത്തിലെ ഫണ്ട് നീക്കി വെച്ചിട്ടുള്ളത്. അതിന് ഒരു മാറ്റവും വന്നില്ല. ഏത് സമയത്തും വന്ന് പരിശോധിച്ചാൽ കാണാവുന്നതാണ്. ചെയർമാൻ പറഞ്ഞതിലൊരു തിരുത്തുള്ളത് അങ്ങനെ എല്ലാവരും തെറ്റിദ്ധരിപ്പിച്ച് പോകാൻ പറ്റില്ല. ഒരുപോലെ ഫണ്ട് വിഭജിക്കുക എന്ന് പറഞ്ഞു. 12 ലക്ഷം റോഡിന്റെ ഫണ്ട് ഒരേപോലെ വിഭജിക്കും. പക്ഷേ അവിടെ വേറെ ഫണ്ടുകളുണ്ട്. ഒരു വാർഡിലേക്ക് ഒരു റോഡിന്റെ ഫണ്ട് മാത്രമല്ല നമുക്ക് ഒരു വാർഡിക്ക് വരുന്നത്. അവിടെ സ്കൂളുകൾക്കുള്ളതുണ്ട്, അംഗനവാടികൾക്കുള്ളതുണ്ട്, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലോടത്തേക്ക് തന്നെ പൈസ കൊടുക്കുന്നത്, സ്കൂളിലുള്ള ഭാഗങ്ങൾക്ക് തന്നെ കൊടുക്കേണ്ടതും അത്യാവശ്യം കൊടുക്കേണ്ട സ്ഥലങ്ങളിലേക്ക് ഒരുപോലെ കൊടുക്കണം. ഡ്രൈനേജ് ഉള്ള ഭാഗങ്ങൾക്ക് കൊടുക്കണം. ഒരു ഡ്രൈനേജ് ഇതിലേക്ക് ഉള്ളതിൽ മാറ്റി വെക്കണം. അതൊക്കെ UDF മെമ്പർമാർക്ക് കൂടുതലാക്കി കൊടുക്കണം. ഒന്നും വേണ്ട. 40 പെടേന്താൾ എൻ്റെ വാർഡിൽ തന്നെ, എൻ്റെ വാർഡിൽ പൊട്ടി ഭാഗത്ത് സുലൈമാൻ എന്ന് പറഞ്ഞൊരാൾ സ്ഥലം തന്നിട്ടുണ്ട് കിണർ കുഴിക്കാൻ. 10 സെന്റ് സ്ഥലമുള്ള ആള് 1.25 സെന്റ് സ്ഥലം പഞ്ചായത്തിലേക്ക് എഴുതി കൊടുത്തിട്ട് കൊല്ലങ്ങളായി. അന്ന് 3 ലക്ഷം രൂപ വെച്ചതാണ് അതിന്. അന്ന് കൂട്ടി എല്ലാ വർക്കുകളും കൂടി ഒരുമിച്ച് 5-6 വാർഡ് 9 വാർഡത്തെ വർക്ക് ഒരുമിച്ച് വെച്ചതിന് ശേഷം അതൊന്നും നടപ്പിലാക്കാൻ പറ്റിയില്ല. 2 വാർഡിലത്തെ വർക്കിന്റെ പ്രശ്നം കൊണ്ട്, ഒന്ന് 16-ാം വാർഡിലത്തതും ഒന്ന് 7-ാം വാർഡിലത്തതും വർക്കിന്റെ പ്രശ്നം കൊണ്ട് അന്ന് ആ പദ്ധതി നടപ്പിലാക്കാൻ പറ്റിയില്ല. പിറ്റത്തെ വർഷത്തേക്ക് സ്പിൽ ഓവറാക്കി വീണ്ടും അതിലേക്ക് ആക്കിയതോട് കൂടിയിട്ട് എന്റെ വാർഡിലത്തെ ഈ സുലൈമാൻ എന്ന് പറഞ്ഞ ആള് തന്ന സ്ഥലത്തിന്റെ പൊട്ടി കുടിവെള്ള പദ്ധതിക്ക് മാത്രം ഫണ്ട് മാറ്റി വെക്കാതെ മറ്റുള്ള ഇതിലേക്കൊക്കെ കൊടുത്തു. എന്തുകൊണ്ട് അതിലേക്ക് മാറ്റി വെച്ചില്ല? അത് എഗ്രിമെന്റ് ആയ വർക്കായിരുന്നു. എഗ്രിമെന്റ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയ വർക്കാണ്. എഗ്രിമെന്റ് അല്ല, എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയ വർക്കാണ്. എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയത് എഗ്രിമെന്റ് അല്ല, എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയവർ എസ്റ്റിമേറ്റിന്റെ കയ്യിലുണ്ട്. 6 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയ വർക്ക് എസ്റ്റിമേറ്റിന്റെ കയ്യിലുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്തിൽ വന്ന് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ ഇപ്പൊ പറഞ്ഞു ബുക്ക് വലുതാക്കിയിട്ടൊന്നും കാര്യമില്ല. ബുക്ക് വലുതാക്കണ്ട. 2 പദ്ധതി നമുക്ക് പഞ്ചായത്തിൻ്റെത് ഈ വർഷം വന്ന ഈ പഞ്ചായത്തിലെ ഭരണസമിതി വന്നതിന് ശേഷം ഏറ്റവും നല്ല 2 പദ്ധതി നമ്മൾ പഞ്ചായത്തിൽ തെരഞ്ഞെടുത്തിട്ടുണ്ടാക്കി എന്നുള്ളത് പറയാൻ അവർക്ക് കാണിച്ചു തരാൻ കഴിയുമോ? ഏത് 2 സ്ട്രീറ്റ് മെയിനുള്ള ഭാഗങ്ങളിലെ ചോക്കാട് പഞ്ചായത്തിലെ ഓരോ സുഹൃത്ത് പറഞ്ഞ സമയത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ അതൊന്ന് പറഞ്ഞു കൊണ്ടായിക്കോട്ടെ. ഇത് സ്ട്രീറ്റ് മെയിൻ്റെ കാര്യം ചെയർമാൻ പറയുന്നുണ്ട്. സ്ട്രീറ്റ് മെയിൻ ഒക്കെ വെക്കുന്നത് എപ്പോഴാ? ഇപ്പോൾ ലൈറ്റിന്റെ എത്ര കാലം നമ്മുടെ പഞ്ചായത്തിലെത്തുക? അമരമ്പലം പഞ്ചായത്തിന്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോട്ടപ്പുഴ ഭാഗം വരെ ദീപാലങ്കൃതമായിട്ടാണ് ലൈറ്റ് കത്തി കിടക്കുന്നത്. ഓരോ പോസ്റ്റുമിലും ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട്. ചോക്കാടിക്ക് എത്തുന്നതോട് കൂടിയിട്ടാണ് ഇരുട്ടാവുകയാണ്. കോട്ടപ്പുഴ ഭാഗത്തിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇരുട്ടാവുകയാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മങ്കുണ്ട് വരെ ഇരുട്ടാണ്. അതിന്റെ അപ്പുറത്തേക്കാണ് പിന്നുള്ളത് ഇല്ലേ? അത് ആർക്കും ഏത് കുഞ്ഞു കുട്ടികൾക്കും ആ റോട്ടിൽ കൂടെ പോകുന്ന ഏത് ആളുകൾക്കും മനസ്സിലാവും. നിലാവ് പദ്ധതി പ്രകാരം നമ്മൾ ഫണ്ട് വെച്ചിരുന്നു. അത് കഴിഞ്ഞിന് പഞ്ചായത്തിന്റെ ഇതിലേക്ക് വെച്ചിട്ട് വീണ്ടും പഞ്ചായത്തിലെ മുഴുവൻ ഓരോ ഭാഗത്തെ ലൈറ്റുകളില്ല, ഓരോ വാർഡിലെ ലൈറ്റുകളും മാറ്റി വെക്കുന്നതിന് വേണ്ടിയിട്ട് നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് വെച്ചിരുന്നു. നന്നാക്കുന്ന ആളെ വിളിച്ച് ടെൻഡർ എടുത്ത് അങ്ങോട്ട് വന്ന് പണിയെടുപ്പിച്ച് പോയി. ഒരാഴ്ച കത്തിയില്ല ലൈറ്റുകൾ. ഒരാഴ്ച പോലും ആ ലൈറ്റ് കത്താതെയാണ് നിന്നിട്ടുള്ളത്. അതിന് ശക്തമായി പ്രതികരിച്ചതിന്റെ ഭാഗമായിട്ട് അന്നുണ്ടായിരുന്ന മെമ്പർമാര് അന്ന് എഴുതി കൊടുത്തിരുന്നത് കൃത്യമായി കത്തുന്ന ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഫണ്ട് മാറ്റി കൊടുത്താൽ മതി എന്നുള്ളത്. 2 വർഷത്തോളം അയാളെ ഫണ്ട് തടഞ്ഞു വെച്ചു. 2 വർഷത്തോളം ആ ഫണ്ട് തടഞ്ഞു വെച്ചതിന് ശേഷം പിന്നെ വീണ്ടും അയാൾ കുറേയൊക്കെ നന്നാക്കാനുള്ള ശ്രമവും അതേമാതിരി ലൈറ്റ് മാറ്റി വെച്ചതിന് ശേഷമാണ് ആ പൈസ കൊടുത്തത് അയാൾക്ക്. ഈ ചോക്കാട് ഭാഗത്തും ഈ മങ്കുണ്ടിന്റെ അപ്പുറത്തുമല്ലാതെ ഈ അമരമ്പലം ഭാഗത്തും മങ്കുണ്ടിന്റെ അപ്പുറത്തുമല്ലാതെ വേറെ എവിടെയെങ്കിലും ലൈറ്റ് കത്തുന്നുണ്ടോ? സ്ട്രീറ്റ് മെയിൻ അവിടെ ഭാഗത്ത് വലിച്ചു. ചോക്കാട് കോട്ടപ്പുഴ മുതൽ മങ്കുണ്ട് വരെ സ്ട്രീറ്റ് മെയിൻ വലിച്ചു. സ്ട്രീറ്റ് മെയിൻ ഉള്ള ഭാഗത്ത് ലൈറ്റ് കത്തിക്കാൻ പറ്റിയില്ലല്ലോ. 40 സെന്റ് ST നഗറിൽ ഏറ്റവും കൂടുതൽ ആനശല്യമുള്ള ഭാഗമാണത്. ആ ST നഗറിൽ സ്ട്രീറ്റ് മെയിൻ ആ കോളനി ആ നഗറിൽ മുഴുവൻ സ്ട്രീറ്റ് മെയിൻ ഉള്ള ഭാഗമാണ്. ആ സ്ട്രീറ്റ് മെയിൻ ഉള്ള ഭാഗത്ത് ലൈറ്റ് വെക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആളുകളെന്ന് വന്ന് പറഞ്ഞതെന്നറിയോ? ഇതുവരെ ലൈറ്റ് കത്തിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. MLA വന്ന് ലൈറ്റ് കത്തിക്കാനുള്ള സംവിധാനം ചെയ്ത് MLA വന്ന് ലൈറ്റ് കത്തിക്കാൻ വേണ്ടി തീരുമാനം വെച്ചിരുന്നു. അത് അവിടെ മീറ്റർ കൺട്രോളർ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. മീറ്റർ കൺട്രോളർ അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പോസ്റ്റിൽ കംപ്ലീറ്റ് ലൈറ്റ് ഇടാം. 55 പോസ്റ്റ് അവിടെ ഉണ്ട്. 55 പോസ്റ്റിലും ലൈറ്റ് ഇടാം. അതിനുവേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു MLA അവിടെ വന്ന് സംസാരിച്ചു. 10,600 അതിന് എമൗണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാനത് പറഞ്ഞപ്പോൾ ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല. അത് എസ്റ്റിമേറ്റ് എടുത്തിട്ടില്ല. എസ്റ്റിമേറ്റ് എടുക്കാതെ എങ്ങനെ ആ പൈസ കിട്ടി, എങ്ങനെ ആ പൈസ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എസ്റ്റിമേറ്റ് എടുത്ത് KCBയിലെ AE കൊണ്ടുവന്ന് കാണിച്ച് AE വന്ന് നോക്കിയതിന് ശേഷമാണ് ഈ 10,600 ഞാൻ വെറുതെ ഒരു വർത്തമാനം പറഞ്ഞതല്ല.
ആ 10,600 ഇന്നോടെ അടച്ചിട്ടുള്ളൂ, KCB അടച്ചിട്ടുള്ളൂ. അത് അടച്ചതിന് ശേഷം അവിടെ മീറ്റർ കൺട്രോളർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആ കൊണ്ടുവന്ന് വെച്ചത് ഇന്നും ലൈറ്റ് എത്തിച്ചില്ല. പഞ്ചായത്ത് ബോർഡിലേക്ക് വന്നു. അന്ന് വന്ന സമയത്ത് പറഞ്ഞു ലൈറ്റിന് പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ, അല്ല ഈ മീറ്റർ കൺട്രോളറിന് പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് വെക്കാം. അന്നും ഞാൻ പറഞ്ഞിരുന്നു, MLA വന്ന സമയത്തും ഞാൻ പറഞ്ഞിരുന്നു, മീറ്ററുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് നാട്ടുകാരുടെ ഇറങ്ങി പിരിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ വെച്ചോണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അന്ന് പറഞ്ഞു പഞ്ചായത്ത് ലൈറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് വെക്കാന്ന് പറഞ്ഞു. പിറ്റത്ത് വന്ന ബോർഡ് മീറ്റിംഗിൽ അത് ചർച്ച വന്ന സമയത്ത് അത് പറഞ്ഞു എത്രയും പെട്ടെന്ന് ലൈറ്റിന്റെ ആളുകളെ വിളിച്ച് സംസാരിച്ചിട്ട് അവർ ടെൻഡർ വെക്കുന്നതിന് മുന്നേ ഇതൊരു പ്രത്യേക പദ്ധതി എന്നുള്ളതിൽ പ്രത്യേക ഒരു പരിഗണന കൊടുത്തുകൊണ്ട് അവരോട് പറഞ്ഞ് ഇവിടെ ലൈറ്റ് കൊണ്ടുവന്ന് വെക്കാന്ന് പറയുന്നു. ഇന്നും അവിടെ ലൈറ്റ് കത്തിയിട്ടില്ല. ഇന്നലെ അവിടെ ആന ഇറങ്ങിയിട്ടുണ്ട്. എത്ര ദിവസങ്ങളായി? ഇപ്പൊ 2 ദിവസം മുമ്പ് ഷിയാബാക്കനെ ഇത് വിട്ടില്ലായിരുന്നു. ആദിവാസി മേഖലയിൽ ഈ ലൈറ്റിന്റെ പ്രശ്നം ഇപ്പം ഒരു 2-3 മാസം മുമ്പാണ് MLA അവിടെ വന്നുകൊണ്ട് പിന്നെ സാമ്പത്തിക സഹായം അടക്കം വാഗ്ദാനം ചെയ്തു പോയത്. പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യാൻ മുതലാക്കാൻ നമുക്ക് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഇപ്പോഴും അതിങ്ങനെ നീണ്ടുപോകുന്നത്? ലൈറ്റിന്റെ വിഷയം ആദ്യം മുതൽ പറയാം. ഈ വിഷയം അവതരിപ്പിക്കാം. ഇപ്പോൾ അമരമ്പലം പഞ്ചായത്തിനെ പ്രകാശിപ്പിച്ചു, ചോക്കാട് പഞ്ചായത്ത് ഇരുട്ടാക്കിയത് ചോക്കാട് ഗ്രാമപഞ്ചായത്തല്ല, സർക്കാരാണ്. അതിന്റെ തെളിവ് എന്താ വെച്ചാൽ 11/1/2021 ചോക്കാട് ഭരണസമിതി, ആ ഭരണസമിതി കൂടിയിട്ട് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് അന്നത്തെ ആസൂത്രണ സമിതി കഴിഞ്ഞിട്ട് സ്ട്രീറ്റ് ലൈറ്റ് ലെഡ് ആക്കുക, നിലാവ് പദ്ധതി സംബന്ധിച്ച് ലെഡ് ആക്കുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി നിലവിലുള്ള KCB ഡെപ്പോസിറ്റ് ചെയ്ത് നടത്തുന്നതുമായി ഈ പദ്ധതി ചേരുന്നതിനും സ്കീമിൽ ആവശ്യമായ പാക്കേജ് തിരഞ്ഞെടുക്കുന്നതിനും ഇവിടെയൊക്കെ സ്ഥാപിക്കണം തീരുമാനിക്കാമെന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത് 2022 സാമ്പത്തിക വർഷത്തിൽ അമരമ്പലം KCB-യിലേക്കും കാളികാവ് KCB-യിലേക്കും വാണിയമ്പലം KCB-യിലേക്കും ചോക്കാട് ഗ്രാമപഞ്ചായത്ത് റിപ്പോർട്ട് കൊടുക്കുകയും ഞങ്ങൾക്ക് നിലാവ് പദ്ധതി അടിയന്തരമായിട്ട് നടപ്പാക്കി തരണമെന്ന് പറഞ്ഞു കൊടുത്തിട്ട് 2025 അവസാനം വരെ പഞ്ചായത്തിലേക്ക് അതിൻ്റെ ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല. കാരണം നിലാവ് പദ്ധതി അതാണ് പറഞ്ഞത്, അമരമ്പലത്തിൽ പ്രകാശിപ്പിക്കണമെന്ന് താല്പര്യം സർക്കാർ ഉണ്ടായിരിക്കാം, ചോക്കാടിന് ഇരുട്ടാക്കണമെന്ന് താല്പര്യം സർക്കാർ ഉണ്ടായിരിക്കാം. നിലാവ് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ചില പഞ്ചായത്ത് ഇരുട്ടിലാക്കുകയും ചില പഞ്ചായത്തിനെ വെളിച്ചത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ആ ഒരു ഇരട്ടത്താപ്പ് കൊണ്ടാണ് പഞ്ചായത്ത് ഇരുട്ടിലായത്. കാളികാവ് പഞ്ചായത്തിൽ നിലാവ് നടന്നിട്ടില്ല, വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് നിലാവ് നടന്നിട്ടില്ല. ഇവിടെ നിലാവ് നടന്നത് അമരമ്പലം പഞ്ചായത്തിൽ മാത്രമാണ്. നിലമ്പൂർ മുനിസിപ്പാലിറ്റി നടക്കും. അതായത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി നടക്കും. മലപ്പുറം 2022-22 സാമ്പത്തിക വർഷത്തിൽ ഫണ്ട് വെച്ച് അത് കാത്തിരുന്നിട്ട് അത് തന്നിട്ടില്ലെങ്കിൽ ആരുടെ കുഴപ്പം? ഇത് വെറുതെ പറയല്ല, തെളിവ് സഹിത പറയുന്നത്. ഒന്ന് അതിന്റെ പുറമെ പിന്നെ ആദിവാസി മേഖലകൾ പരിപൂർണമായിട്ട് ഈ ഒരു ആരോപണം ഗുരുതരമായ ആരോപണമാണ്. കാരണം KCB ഉദ്യോഗസ്ഥന്മാര് പിന്നെ ചോക്കാട് പഞ്ചായത്തിനെ അവഗണിച്ചു അല്ലെങ്കിൽ പരിഗണിക്കുന്നില്ല. CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ ഭരണം അല്ലാത്തതുകൊണ്ട് UDF-ന്റെ ഭരണം ആയതുകൊണ്ട് ആണ് ചോക്കാട് പഞ്ചായത്തിനെ അവഗണിക്കുന്നത് എന്നാണ്. അതായത് അമരമ്പലം KCB, പൂക്കുട്ടമ്പാടം KCB-യും അതുപോലെ ചോക്കാട് കാളികാവ് KCB സെക്ഷൻ ഓഫീസും അതുപോലെ തന്നെ വാണിയമ്പലം സെക്ഷൻ ഓഫീസും ഈ 3 ഓഫീസുകൾക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. ആ ആരോപണം ശരിയാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ അതിന് മറുപടി പറയേണ്ടി വരും. KCB എന്ന് പറയുന്ന സിസ്റ്റം അല്ല, സർക്കാർ എന്ന് പറയുന്ന നിലാവ് പദ്ധതി ഉണ്ടല്ലോ, ആ പദ്ധതിയിലെ KCB എന്ന ഡിപ്പാർട്ട്മെന്റുകൾ അത് ആരാണോ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഇതിൽ പങ്കുകാരാണ്. കാരണം ഒരു പഞ്ചായത്തിലെ ജനങ്ങളോട് പറയാം, നിങ്ങൾക്ക് വെളിച്ചമുണ്ട്, നിലാവുണ്ട്, നിങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്യാം ഫണ്ട് നീക്കി വെക്കുമെന്ന് പറഞ്ഞിട്ട് 35 ലക്ഷം രൂപയൊക്കെ നീക്കി വെച്ചിട്ട് 4 വർഷം കാത്തിട്ട് അത് തരാതിരിക്കുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് പരാജയം തന്നെയാണത്. എന്നിട്ട് വേറൊന്നുണ്ട്, എന്നാൽ ഞങ്ങൾക്ക് അധികം വേറെ സിസ്റ്റം പറയുന്ന പറഞ്ഞപ്പോൾ അവസാനം പറഞ്ഞത് ഇതിന്റെ ലാസ്റ്റ് സമയത്താ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്തോളൂ, സ്ട്രീറ്റ് മെയിൻ വലിച്ചോളൂ, എന്നിട്ട് ലൈറ്റ് വെച്ചോളൂ എന്നുള്ള അവസാനത്തെ സർക്കുലർ വന്ന ചോക്കാട് ഗ്രാമപഞ്ചായത്തിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തത് 17 ലക്ഷം രൂപ അമരമ്പലം KCB-യിലും 17 ലക്ഷം രൂപ കാളികാവ് KCB-യിലും 8 ലക്ഷം രൂപ വാണിയമ്പലം KCB-യിൽ കൊണ്ടുപോയി അടച്ചിട്ട് അവിടെ സ്ട്രീറ്റ് മെയിൻ ഇപ്പോൾ ഈ പറഞ്ഞ കോട്ടപ്പുഴ പാലം മുതൽ ഉദരംപോയിൽ വരെയും അതേപോലെ തന്നെ കോളനികളിലും അതേപോലെ തന്നെ മാളിയേക്കൽ മമ്പാട്ടുമൂല മാളിയേക്കൽ ആ ഭാഗങ്ങളിലും സ്ട്രീറ്റ് മെയിൻ വലിച്ചത് ഈ ഒരു വർഷത്തിന്റെ അവസാനത്തിലാണ്. അതുവരെ എന്ത് ചെയ്തില്ല, അനുമതി തന്നില്ല. സ്ട്രീറ്റ് മെയിൻ വേണമെന്ന് പറഞ്ഞു നോക്കുന്നില്ല, അനുമതി നിലാവ് എന്ന് പറയൂ. അവസാന ഘട്ടം തന്നപ്പോൾ നമ്മൾ ചെയ്തു. ഇതില്
കോളനിയുടെ വിഷയം എന്താ വെച്ചാൽ 10 ലക്ഷം രൂപ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ കോളനി എന്നുള്ള പ്രയോഗം നമുക്ക് ഒരാളെ മാറ്റി നിർത്തുന്നില്ല. ഇവിടെ പിന്നെ 10 ലക്ഷം രൂപ വെച്ച് നമ്മൾ 500 ബൾബ് ഇപ്പൊ വരുന്നു. അതിന്റെ നടപടിക്രമം പൂർത്തീകരിച്ചു. വളരെ അടിയന്തരമായിട്ട് തന്നെ. ഞാൻ പൊതുജനങ്ങളോടാണ് പറയുന്നത്, വളരെ അടിയന്തരമായിട്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ ലൈറ്റ് കത്തും, ഒരു തർക്ക കാര്യത്തിലില്ല. അതിന്റെ നടപടിക്രമം ഇലക്ഷൻ എന്ന് പറഞ്ഞ് ഭീതിപ്പെട്ട് നടക്കൂല എന്ന് പറഞ്ഞത് അത് ജനങ്ങളുടെ ഇലക്ഷനുള്ള പ്രശ്നം. ഇവിടെ എസ്റ്റിമേറ്റ് എടുക്കാതെയാണെന്ന് മെമ്പർ പറഞ്ഞത് ചെയ്തത് സത്യം പറഞ്ഞത്, അത്ര വരും എന്നാ പറഞ്ഞത്. പക്ഷെ അതിന് നടപടിക്ക് മുമ്പ് എന്തൊക്കെ ചെയ്യണമെന്നറിയോ? പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ ഒരു വയർമാനെ കൊടുത്തിട്ട് അയാളുടെ പേരിൽ ആദ്യം ചെയ്യണം, ഒരു അക്കൗണ്ട് എടുക്കണം, എന്നിട്ട് കണക്ഷൻ എടുക്കണം. കണക്ഷൻ എടുത്തതിന് ശേഷം പൈസ എടുക്കാൻ പറ്റുള്ളൂ. സമയത്ത് വന്നു ചെയ്തല്ലോ, അതൊക്കെ ചെയ്തതിന് ശേഷം MLA വന്ന് പറഞ്ഞതിന് ശേഷം ഇതിലേക്കുള്ള ദൂരം എത്രയുണ്ട്? ആ ദൂരം നോക്കാം. അതന്നെ ഒരു 2 മാസം കഴിഞ്ഞു ആ ദൂരം. ഞാൻ പുറത്തു പറയില്ല, പക്ഷെ അതൊരു അടിയന്തര പ്രാധാന്യത്തോടു കൂടി ചെയ്യേണ്ടതല്ലേ? മീറ്റിംഗിൽ വെച്ചിട്ട് പാസ്സാക്കിയതാണ്. ഈ ലൈറ്റ് എടുത്ത കോൺട്രാക്ടർമാരെ വിളിച്ചിട്ട് അവർ എത്രയും പെട്ടെന്ന് ലൈറ്റ് സ്ഥാപിക്കാന്നുള്ളത് പറയുന്നത്. അതിൽ ഈ മെമ്പർക്ക് പറയാം, കഴിഞ്ഞ ബോർഡ് തീരുമാനിച്ചതാണ് ഇന്ന കമ്പനിക്ക് കൊടുക്കണം. ആ കമ്പനി കൊടുത്തു. ആ കമ്പനി വന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ ലൈറ്റിന്റെ കാര്യം തീരുമാനമാക്കും. ആ കമ്പനിക്ക് കൊടുത്തത് എന്നാ? എഗ്രിമെന്റ് വെച്ച ഡേറ്റ് എന്നാ? എത്ര ദിവസമായി എഗ്രിമെന്റ് വെച്ചിട്ട്? എത്ര മാസമായി ചെയ്തിട്ടില്ലല്ലോ. ഇനിയിപ്പോ ഇലക്ഷന്റെ സമയമാകുമ്പോ ഒക്കെ വരും അല്ലേ? ഈ പാവപ്പെട്ട ആളുകളുടെ ജീവനാണ്. വൈകുന്നേരമായ ഇതുപോലെയാണ് ആന നിൽക്കുന്നത്, മുറ്റത്താണ് ആന നിൽക്കുന്നത്. ഇതൊന്ന് പുറത്തിറങ്ങാൻ പോലും സംവിധാനം ഇല്ലാത്ത രീതിയിലാണ് ഉള്ളത്. അത്തരത്തിലാവാൻ പറ്റുമോ? ക്വാളിറ്റി ഇല്ലാത്ത ബൾബ് കഴിഞ്ഞ പ്രാവശ്യം വെച്ചതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന് ആ 40 നഗറിൽ കൂടെ വെച്ചിരുന്നു. ക്വാളിറ്റി ഇല്ലാത്ത ഏറ്റവും ലോസ്റ്റ്, ഏറ്റവും ക്വാളിറ്റി ഇല്ലാത്ത ബൾബ് കൊണ്ടുവന്ന് വെച്ചത് കൊണ്ട് തന്നെയാണ് അത് ഒരാഴ്ച പോലും കത്താതെ കെട്ടുപോയിട്ടുള്ളത്. അതൊക്കെ ചോക്കാട് പഞ്ചായത്ത് പോലെ ഇരുട്ടിലായില്ലേ? എല്ലാ ഭാഗത്തും എവിടെയെങ്കിലും കത്തുന്നുണ്ടോ? കത്തിയാൽ തന്നെ പകലും രാവിലെയും കത്തും രാത്രിയും കത്തും. അതാണ് ഇന്നേ ഇല്ല. ചില ബൾബുകൾ കത്തുന്നത് അതാണ് സ്ഥിതി. ഏറ്റവും ചോക്കാട് ചിങ്കക്കല്ല ആദിവാസി കോളനിയിലും ഇതുപോലെ മിനി ഹൈമാസ്റ്റ് ലൈറ്റ് വെച്ചിരുന്നു. പക്ഷെ ഒരാഴ്ച പോലും അതും വർക്ക് ചെയ്തില്ല. അതും പെട്ടുപോയി. ചോക്കാട് ഗ്രാമപഞ്ചായത്ത് അത് ആ കമ്പനിക്കെതിരെ നടപടികൾ ശുപാർശ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്താ വെച്ചാൽ അത് ചെയ്യണം. കാരണം എന്താ, നമ്മള് പഞ്ചായത്തിൽ നിന്ന് വെക്കുന്ന പൈസ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ നടപടിയാ. പറയട്ടെ, ഹൈമാസിന്റെ പ്രശ്നം പറഞ്ഞു, മിനിമാസം നമ്മളെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വിഷയം പറഞ്ഞു. സ്ട്രീറ്റ് ലൈറ്റ് അന്ന് അയാള് ഞങ്ങൾക്ക് തന്നെ ബോധ്യമില്ലാതെ സ്ട്രീറ്റ് ലൈറ്റ് കൊടുക്കുന്ന വെച്ചപ്പോൾ എന്ത് ചെയ്ത് പൈസ കൊടുത്തില്ല. വീണ്ടും അയാളെ കൊണ്ട് ചെയ്യിച്ചില്ല. ഓരോ വാർഡിലേക്കും 10 അല്ലെങ്കിൽ 10 ബൾബ് വെച്ച് മാറ്റി, 10 12 ബൾബ് വെച്ച് മാറ്റി ചെയ്യിച്ചിട്ട് ആ പൈസ കൊടുത്തത്. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അതിന്റെ ആവശ്യം കൊണ്ടുവരുന്ന ബൾബ് അത് ടെക്നിക്കലായിട്ട് പഞ്ചായത്തിൽ ഇരുന്നിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഇത് ബൾബ് വാർഡിൽ വെക്കുന്നത്, പോസ്റ്റിൽ വെക്കുന്നത്. ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ ബൾബ് കൊണ്ടുവന്ന് വെക്കുക. ഇത് ബൾബ് കൊണ്ടുവന്ന് വെക്കുന്നത് തന്നെയല്ല, ഈ ആദിവാസി വിഭാഗം മാത്രം താമസിക്കുന്ന ഏരിയയാണ് 40 നഗർ. അവിടേക്കാണ് ഈ പ്രശ്നമുള്ളത്. മലയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഭാഗം. ഇവരുടെ ഭാഗത്തേക്ക് അല്ല, പൊതുജനങ്ങൾ താമസിക്കുന്ന മറ്റേതെങ്കിലും ഏരിയക്കാണ് ഇങ്ങനെ ആന ഇറങ്ങുന്നുണ്ടെങ്കിൽ എത്ര എല്ലാ പഞ്ചായത്ത് അടിച്ചു കൂട്ടിയിട്ടുണ്ടാവും. നമ്മൾ കടയിൽ പോയി വാങ്ങല്ല. ഹെഡ്കോ അതുപോലെ സർക്കാർ അംഗീകൃത കമ്പനി കൊടുക്കുമ്പോൾ അവര് ടെക്നിക്കലായി കാണിച്ച സാധനം വരും. അതില് ഈ ഓട്ടോമാറ്റിക് സാധനത്തിന്റെ പ്രശ്നം. ഓട്ടോമാറ്റിക് സാധനങ്ങളാകുമ്പോൾ അതിന്റെ മുകളിൽ ഇല വന്നടഞ്ഞാൽ അത് രാമപാലം കത്തും, ഇരുട്ട് വന്നാൽ കത്തും. അത് നമ്മൾ പഞ്ചായത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ പ്രാവശ്യം മാറ്റി. നിലാവ് പദ്ധതി പ്രകാരം ലൈറ്റ് കിട്ടാനില്ലെന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് പറഞ്ഞത് അന്ന് ലൈറ്റ് ഇതില്ല, ലൈറ്റ് കിട്ടാനില്ല എന്നുള്ളതാണ് പ്രസിഡന്റ് പറഞ്ഞത്. അത് ബോർഡ് മീറ്റിംഗിലാണ് പ്രസിഡന്റ് പറയുന്നത്. ആധികാരികമായ വിഷയമാണ് പറയുന്നത്. മറ്റു പഞ്ചായത്തുകൾക്കൊക്കെ ലൈറ്റ് കിട്ടുന്നുണ്ടെന്നുള്ളതല്ലാതെ പ്രതിപക്ഷ കടമുണ്ട്. എന്ത് നിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തണം. സകർമ്മ സംവിധാനത്തിൽ എല്ലാവർക്കും ഈ പറയുന്ന കാര്യം ഇപ്പൊ നിങ്ങൾക്ക്
പരിശോധിച്ചാൽ കിട്ടും. ഞാൻ ഈ പറഞ്ഞ കളവാണി അവിടെ കിട്ടും. ഇത് പരിശോധിച്ച് ഇന്ന ഡേറ്റ് വെച്ചാൽ കിട്ടും. ഒരു വിയോജന കുറിപ്പ് നിലാവ് പദ്ധതിയുമായി പ്രസിഡന്റ് തെറ്റായ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് വിയോജന കുറിപ്പ് ഇതിൽ തെറ്റിദ്ധാരണ അത് തിരുത്താനാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? അതിനാണ് നമ്മളെ ഈ ലൈറ്റുമ്മ തന്നെ നമ്മൾ കൂടണം. നമുക്ക് പദ്ധതിയിൽ ചെയർമാൻ പറഞ്ഞു വനിതാ ഘടക പദ്ധതി പ്രകാരം ഒരുപാട് കൊടുത്തല്ലോ എന്നുള്ളത്. കുടുംബശ്രീ മുഖാന്തരം സംരംഭം കൊടുത്തു എന്നുള്ളതല്ലാതെ എന്താണ് വനിതാ ഘടക പദ്ധതി പ്രകാരം കൊടുത്തിട്ടുള്ളത്? പഞ്ചായത്തിൽ എന്താ കല്ലാമൂല ഭാഗത്ത് ന്യൂട്രിമിക്സ് ഉണ്ട്. ന്യൂട്രിമിക്സിൽ ഒരുപാട് സഹോദരിമാർ അവരെ ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഒരു വനിതാ ഹോട്ടലുണ്ട്. ഇത് രണ്ടുമല്ലാതെ വേറെ എന്താ അവിടെ വനിതാ ഘടക പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് കൊടുക്കാൻ പറ്റിയത്? ഷീ ഓട്ടോ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു, അത് കൊടുത്തിട്ടില്ല. അതേമാതിരി തന്നെ ഭിന്നശേഷിക്കാർക്ക് ഉള്ളത് പറഞ്ഞിരുന്നു, ഭിന്നശേഷിക്കാർക്ക് പെട്ടിക്കട വെച്ചിട്ട് അത് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു, അത് ഇതുവരെ കൊടുത്തിട്ടില്ല. ഓരോന്നും എടുത്ത് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. നമ്മളൊന്നറിയോ, നമ്മൾ വെറുതെ പറയുന്നതല്ല. ഇതൊക്കെ പഞ്ചായത്തിന്റെ ഓരോ വർഷങ്ങളിലും വരുന്ന ചർച്ചയാണ് ഇതൊക്കെ. അന്നൊന്നും ഇതുവരെ ഒന്നും കൊടുത്തിട്ടും പറഞ്ഞിട്ടുമില്ല. ഭിന്നശേഷിക്കാർക്ക് കൊടുക്കാനുള്ള കൃത്യമായി കൊടുത്തിട്ടുണ്ടോ? ഇന്ന് വരെ പഞ്ചായത്തിന് ഭിന്നശേഷിക്കാര് അവരെ കുട്ടികൾ പഠിക്കുന്ന സ്കൂള്, ആ സ്കൂളിനുള്ള സ്ഥലം വാങ്ങാൻ വേണ്ടി സംവിധാനം ഉണ്ട്. നമ്മളെ ബഹുമാനപ്പെട്ട ചോക്കാട് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ഷൗക്കത്താക്ക ഭിന്നശേഷി കലാമേളയിൽ പരസ്യമായിട്ട് വിമർശിച്ചു. ആ ഭരണസമിതിയിൽ നിൽക്കുന്ന ആള് ആ ഭരണസമിതിക്ക് എതിരെയാണ് അന്ന് പരസ്യമായിട്ട് വിമർശിച്ചത്. എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചത് പ്രസിഡന്റ്. ചോക്കാട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആണല്ലോ ആള് അന്ന് ചോദിച്ചിരുന്നത്. പഞ്ചായത്തിന് ആസ്തി സംരക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടോ? പഞ്ചായത്തിന്റെ ഓരോ ആസ്തിയും പഞ്ചായത്തിന് നഷ്ടപ്പെട്ട് പോവാന്നുള്ളതല്ലാതെ എല്ലാ പഞ്ചായത്തിലും ഓരോ പ്രാവശ്യവും ഓരോ വർഷം ആസ്തി ഇങ്ങോട്ട് കൂട്ടിച്ചേർക്കുക ചെയ്യുക പഞ്ചായത്തിലേക്ക്. ഇത് പഞ്ചായത്തിലുള്ള ആസ്തി മുഴുവൻ നഷ്ടപ്പെട്ടു പോവുക ചെയ്യുന്നത്. നഷ്ടപ്പെട്ട ആസ്തിയിലെ ഗൗരവമായിട്ട് നഷ്ടപ്പെട്ടു ഒരു രേഖാമൂലം പരാതി കൊടുത്ത് എന്താ പഞ്ചായത്തിന്റെ ആസ്തി? എന്താണ് പഞ്ചായത്തിന്റെ ആസ്തി? പഞ്ചായത്തിന്റെ ഭൂമി അതാണ് പഞ്ചായത്തിന്റെ ആസ്തി, പഞ്ചായത്തിന്റെ ബിൽഡിംഗ് അതാണ് പഞ്ചായത്തിന്റെ ആസ്തി, പഞ്ചായത്തിന്റെ ഫണ്ട്, വാഹനങ്ങൾ ഇതാണെങ്കിലും നഷ്ടപ്പെട്ടോ? അതായത് നമ്മളിപ്പോ നെല്ലിയമ്പാടം ആദിവാസി കോളനിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു സംഭവം, ഉത്തരവാദിത്തപ്പെട്ട മെമ്പർ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന മെമ്പർ പറയുന്ന പഞ്ചായത്തിന് ആസ്തി നഷ്ടപ്പെട്ടു. അല്ല നമ്മളിപ്പം വീട്ടിലേക്ക് പോകുന്ന റോഡ്, ആ റോഡിന്റെ നടുവിൽ കൂടെ മതിൽ കെട്ടി പോയിട്ട് എന്ത് നടപടി സ്വീകരിച്ചു പഞ്ചായത്ത്? കൃത്യമായ നടപടി പഞ്ചായത്ത് ഒരു കത്ത് കൊടുത്തു, രേഖാമൂലം മതിലെന്നല്ല എന്ത് കയറ്റിയാലും നടപടി പൊളിക്കേണ്ട സമയത്ത് പൊളിക്കേണ്ടി വരും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നെല്ലിയാമ്പാടം ആദിവാസി കോളനിയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ ഒരു കുടിവെള്ളം പദ്ധതിയുടെ കിണറിന്റെ ആസ്തി അല്ലെങ്കിൽ കിണർ ആസ്തി രജിസ്റ്ററിൽ കാണാനില്ല എന്നില്ലേ. അതൊരു ഗുരുതരമായ ആരോപണമാണ്. കാരണം എന്താ വെച്ചാൽ ആരോപണമല്ല, അതായത് ഇതിന് മുമ്പ് ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ മറ്റ് ഗ്രാമപഞ്ചായത്തും തന്നെ ആ കിണറിൽ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഫണ്ട് അനുവദിച്ചതാണ്. അതിപ്പോൾ ആ കിണർ ഇപ്പോൾ ഈ പഞ്ചായത്ത് ആസ്തിയിൽ കാണാനില്ല. കാരണം ഞാൻ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതി, കുടിവെള്ള പദ്ധതി അനുവദിച്ചത് ആ കോളനിയിൽ. അപ്പോൾ അത് ആസ്തിയിൽ കാണാനില്ല എന്നുള്ളത് ഒരു ഗുരുതരമായ ഒരു തെറ്റല്ലേ? പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിൻ്റെ കാര്യത്തിലാണ് പറയുന്നതെങ്കിൽ ആ രജിസ്റ്ററിൽ 2-3 കാര്യങ്ങളുണ്ട്. ആസ്തി രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആദിവാസി കോളനികളിൽ അത് മുൻപ് നടത്തിയ പ്രവൃത്തി പല പദ്ധതികളിലും ആസ്തി കാണാത്ത കേസുകൾ 1-2 ഉണ്ടായിട്ടുണ്ട്. അതിന് നമ്മളതിന് വ്യക്തമായൊരു തീരുമാനം കൊടുക്കുന്നുണ്ട്. ബോർഡ് എടുത്ത് തീരുമാനം എടുത്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. കാരണം എന്താ വെച്ചാല് ഇവിടെ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ഇത് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഡിജിറ്റൽ സംവിധാനത്തിൽ കൊണ്ടുവന്നിട്ട് പഞ്ചായത്തിന്റെ ആസ്തി ആർക്കും കാണുന്ന രൂപത്തിലേക്ക്, ഇത് മറച്ചുവെക്കുന്ന സാധനമൊന്നുമല്ല, ഇത് പൊതുജനങ്ങൾ കാണുന്ന രൂപത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ പഴയ ചില പേരുമാറ്റങ്ങൾ, ചില പ്രശ്നങ്ങൾക്ക് വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥർക്ക് അതിന് പേടി വരും. ആ പേടി വരുമ്പോൾ അതങ്ങനെയല്ല അങ്ങനെ ഒഴിവൊഴിവും പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഏത് ആദിവാസി കോളനിത്തെ വിഷയം 3-ാം വാർഡ് മെമ്പർ അന്ന് വന്നു, വിഷയം അവതരിപ്പിച്ചു, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബോർഡ് തീരുമാനിച്ച് അത് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. അതിന്റെ നടപടിക്രമം പൂർത്തീകരിക്കും. അതൊരു തർക്കമൊന്നുമില്ല. ആസ്തി എന്ന് പറഞ്ഞത് പഞ്ചായത്തിന്റെ ആസ്തി എന്ന് പറഞ്ഞ പഞ്ചായത്തിന്റെ പേരിലുള്ള മുതലാണ്. ആ മുതല് രേഖപ്പെടുത്തിയ 1-2 പേപ്പറിന്റെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ നമ്മൾ അടിയന്തര പരിഹരിക്കും പറഞ്ഞതാണ്. തർക്കം കാര്യത്തിലില്ല.
പിന്നെ ഈ പ്രതിവർഷം അതായത് ഇപ്പം നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോക്കാട് ടൗണിലൂടെ പോകുന്ന മലയോര ഹൈവേ. ഈ മലയോര ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 വർഷമായി ചോക്കാട് ടൗണിൽ സ്തംഭനാവസ്ഥയിലാണ്. സത്യത്തിൽ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? കാരണം ഈ 2 വർഷം ഭരണപക്ഷം നിലനിൽക്കും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു ആരോപണം അവിടെ നിലനിൽക്കുന്നുണ്ട്. നാട്ടുകാർ ഒന്നിച്ചിറങ്ങി ഇപ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു വരുന്നു. എന്തായാലും ഒരു ഭരണപക്ഷം എന്നുള്ളവർക്ക് സ്വാധീനം ചെലുത്താനും സർക്കാരിൽ സ്വാധീനം ചെലുത്താനും ഈ ULCC എന്ന ഭരണപക്ഷത്തിൻ്റെ ഒരു കമ്പനിയെ സ്വാധീനം ചെലുത്തിയുകൊണ്ട് നടപടിയെടുക്കാനൊക്കെ കഴിയുന്നൊരു സംഭവമാണ്. പക്ഷെ അത് എത്രത്തോളം CPM എന്നുള്ള നിലയിൽ ഇടപെട്ടിട്ടുണ്ട്? CPM അവിടെ ഈ മലയോര ഹൈവേ വരുന്നതിന് ഒരു തടസ്സം ഉണ്ടായില്ല. എന്നും അത് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൽ ചോക്കാട് അങ്ങാടിയിലെ വീതി കുറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ CPMന്റെ ഓഫീസുണ്ട്, അങ്ങാടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ആ CPM ഓഫീസിന്റെ അവിടെ സ്ഥലമില്ല, അവിടെ സ്ഥലം കുറവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എത്ര വേണേലും നിങ്ങൾ എടുത്തോളൂ, 16 മീറ്റർ ആണെങ്കിൽ 15 മീറ്റർ ആണെങ്കിൽ 15 മീറ്റർ, 16 ആണെങ്കിൽ 16 എടുത്തോളൂ എന്ന് പറഞ്ഞാണ് CPM ഓഫീസ്. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്, മുടക്കാൻ വേണ്ടി ഇന്ന് വരെ ശ്രമിച്ചിട്ടില്ല. 2 കൊല്ലമായി ചോക്കാട് അങ്ങാടിയിൽ പ്രശ്നം പരിഹരിക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് വരെ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. MLA വന്നു ഒരുപാട് മീറ്റിങ്ങുകൾ വിളിച്ചു, 3-4 മീറ്റിംഗ് വിളിച്ചു, ഭരണസമിതി മീറ്റിംഗ് വിളിച്ചു. ഇതൊക്കെ വന്നിട്ട് എന്താ കാര്യം? ഇതുവരെ പരിഹരിച്ചിട്ടില്ലല്ലോ. ശരിക്കും വേണ്ടത് എന്താ? MLA വന്നിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് ആ പ്രദേശത്തുള്ള ആളുകളുടെയൊക്കെ ആളുകളെയും കൂടി കൂട്ടിയിരുത്തിയിട്ട് അതൊന്ന് പറഞ്ഞ് പരിഹരിക്കാൻ വേണ്ടി നോക്കിയല്ലേ ചെയ്യേണ്ടത്? അത് പറഞ്ഞ് പരിഹരിക്കാൻ നോക്കിയിട്ടില്ല വെച്ചാൽ അവിടെ മീറ്റിംഗ് വരും, മീറ്റിംഗിൽ വന്നിട്ട് ഇന്നമാരെയൊക്കെ ചെയ്യണം, അങ്ങനെ കുറച്ച് സ്ഥലം പോകുന്നതൊക്കെ പറഞ്ഞതെങ്കിലും അവർ പറയും ഞങ്ങൾ സ്ഥലം പോകാൻ പറ്റില്ല എന്നുള്ളത് അവരും പറയും. അത് സ്വാഭാവികമാണല്ലോ, ഓരോ ആൾക്കാരും അവർ സ്ഥലം പോകാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ അത് എങ്ങനെ വാങ്ങിയെടുക്കണം എന്നുള്ളതല്ലേ നമ്മൾ നോക്കേണ്ടത്. ഓരോ ആളുകൾ ഇപ്പോൾ അമരമ്പലത്താണെന്നുണ്ടെങ്കിലും നിലമ്പൂരൊക്കെ ആണെങ്കിൽ അന്ന് MLA ആയിരുന്ന അൻവർ MLA കൂടി അവിടുത്തെ ഭരണസമിതിയും കൂടി കൂടിയിട്ടാണ് കൊടുമ്പാടം അങ്ങാടി ആ പള്ളി അടക്കം ആരാധനാലയമാണ്, ആ പള്ളി അടക്കം പൊളിച്ചിട്ടാണ് അവിടെ വീതി കൂട്ടി വന്നിട്ടുള്ളത് അല്ലേ? അപ്പൊ അതുപോലെ ഒരു നല്ല രീതിയിൽ ഇവരെ ആരാണോ പോയി കാണേണ്ടത് അവരെ പോയി കണ്ടുകൊണ്ട് അവരെ സംസാരിച്ച് ഇത് നമ്മുടെ വികസനമാണ്, നമ്മുടെ വരും തലമുറയ്ക്കുള്ള വികസനമാണെന്ന് പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊണ്ടുവേണ്ടേ നമ്മളിത് ചെയ്യാനായിട്ട്. അങ്ങനെ ഇതുവരെ ശ്രമിച്ചിട്ടില്ലല്ലോ. MLA നേരിട്ട് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഓരോ പരിപാടിക്കും ചോക്കാട് പഞ്ചായത്തിലേക്ക് MLA വരുന്നുണ്ട്, ഓരോ പരിപാടിക്കും നാട്ടിലേക്ക് വരുന്നുണ്ട്, എല്ലാ കല്യാണങ്ങളിലും MLA പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നത്തിന് മാത്രമാണല്ലോ MLA വേഗത്തിലേക്ക് നിൽക്കുന്നത് അല്ലേ? MLA നിൽക്കുന്നതല്ലേ ഭരണസമിതിക്ക്. ഇത് ഞാൻ പറഞ്ഞു പോകാനാക്കട്ടെ, ഈ ഭരണസമിതിക്കാണ് അല്ലെങ്കിൽ MLA വന്നിട്ടില്ലെങ്കിൽ ഭരണസമിതിക്ക് അതിനുള്ള ഗഡ്സ് ഉണ്ടാവണം അല്ലേ? അത് പോയി അത് തീരുമാനമാക്കിക്കൊണ്ട് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഭരണസമിതിയാണ് ഈ തീരുമാനം ഉണ്ടാക്കേണ്ടത്. ഭരണസമിതി അതിന് ഇറങ്ങിയിട്ടുണ്ടോ? അത് 4 ആൾ 4 ഭാഗത്ത് കൂടെയല്ലേ പോകുന്നത് അല്ലേ? ഒരാൾ പറഞ്ഞ ഒരാൾ കേൾക്കൂല, അപ്പൊ പിന്നെ 4 ആൾ 4 ഭാഗത്ത് കൂടെയാണ് പോകുന്നത്. അങ്ങനെ പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? റോഡല്ലേ ചർച്ച കഴിഞ്ഞ നിലവില് MLA വിഷയം പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കുന്നത്, സർക്കാർ മലയോര ഹൈവേക്ക് 12 മീറ്റർ കട്ടന്റ് റോഡിന്റെ പറഞ്ഞു, 12 മീറ്റർ നിർബന്ധമായി 12 മീറ്റർ വേണമെന്ന് പറഞ്ഞു അല്ലേ? ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഹൈവേ മേഖലയിൽ ഭൂമി ഏറ്റെടുക്കുന്ന പല ഭാഗത്തും പല രൂപത്തിലാണ് വരാം സ്ഥലം ഏറ്റെടുക്കൽ അല്ലേ? ചില ഭാഗത്ത് 12 മീറ്റർ എടുക്കുമ്പോൾ കുറവുണ്ടെങ്കിൽ പൈസ കൊടുത്ത് ചെയ്യും. ഇതിന് ആളുകൾ പെട്ടെന്ന് ഭൂമി കൊടുക്കും. 12 മീറ്റർ നിർബന്ധം പറഞ്ഞ സ്ഥലത്ത് 13-15 മീറ്റർ വേണമെന്ന് പറഞ്ഞാൽ അത് കൈവശക്കാരന്റെ ഔദാര്യത്തിൽ കിട്ടുന്ന സാധനം തന്നെയാണ്, പിടിച്ചെടുക്കാൻ കഴിയില്ല. കഴിയോ? പിന്നെ എന്തെങ്കിലും നമ്മൾ പറയണ്ട, കാരണം ഒരു കൈവശക്കാരന്റെ കയ്യിലുള്ള സാധനം പിടിച്ചെടുക്കുന്ന സാധനമാണ്. പക്ഷെ എന്നിട്ട് പോലും പഞ്ചായത്ത് MLA അവിടെ നിരന്തരം വന്ന് ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഈ സൗകര്യത്തിൽ 15 തരണമെന്ന് പറഞ്ഞു. 15 ഇല്ലെങ്കിൽ 13 എത്ര പരമാവധി ചെയ്യാവുന്ന ചെയ്യുമെന്ന് പറഞ്ഞു. ഇതിനൊന്നും അവര് തയ്യാറാകാതിരുന്ന സമയത്ത് പഞ്ചായത്തിന്റെ തീരുമാനം എന്താ? ഡ്രൈനേജ് ഉൾപ്പെടെ ചോക്കാട് ഗ്രാമപഞ്ചായത്തിന് ആ ടൗണിലെ ഡ്രൈനേജ് ഉൾപ്പെടെ അളന്ന് മാർക്ക് ചെയ്ത് അത് PWD കോൺട്രാക്ടർ കാണിച്ചു കൊടുക്കുകയും എഞ്ചിനീയർ കാണിച്ചു കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ULC എന്ന് പറയുന്ന കമ്പനി അത് എടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞത്. ഇതിന് ഏറ്റവും തടസ്സാണെങ്കിലോ ഈ ULC എന്ന് പറയുന്ന കമ്പനി തന്നെ, അതായത് ULC എന്ന കമ്പനിയോട് അത് എടുക്കുന്ന ഞങ്ങൾ എടുക്കില്ലെന്ന് പറയാം. പിന്നെ അവർക്ക് അവരെ സംബന്ധിച്ച് അവർ അലൈൻമെന്റ് വെച്ചു, ആ അലൈൻമെന്റ് ഉള്ളിലത് എടുക്കുള്ളൂ. ഇപ്പൊ ഇന്നലെ അവിടെ സർവേ കഴിഞ്ഞപ്പോ പല ഭാഗത്തും 15 മീറ്റർ ഉണ്ട്, 16 മീറ്റർ ഉണ്ട്, 14 മീറ്റർ ഉണ്ട്, 12 കുറവിൽ ഒരു ഭാഗത്തുമില്ല. 12 കുറവുള്ളത് മുകളിൽ അത് അപ്പുറത്തെ കൈവശക്കാർ തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നടപ്പോയത്. അപ്പൊ ഇത്തരം സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ULC എന്താ പറയാ, അവിടെ
ഇപ്പോൾ നിലവിലുള്ള തടസ്സം വന്നപ്പോൾ ഏതോ ഒരു കൈവശക്കാരൻ എന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. സത്യത്തിൽ കൈവശക്കാരന്റെ പ്രശ്നം അല്ല, ഈ ULC പെട്ട എഞ്ചിനീയറാണ് പറഞ്ഞത്. നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് അയാൾ ചോദിക്കുന്ന വീഡിയോ ഒന്നും കൂടെ കാണണ്ടേ? അല്ല, അത് ഞാനും സാക്ഷിയാണ്. നിങ്ങൾ വരൂ, ഇത് കാണിക്കുന്നവർക്ക് എന്തെങ്കിലും തർക്കം വെച്ചാൽ ആ കൈവശക്കാരെ കൊണ്ടുവന്ന് കാണിച്ചെടുക്കാം. ഞാൻ പറയട്ടെ, ഇന്നെ വിളിച്ചിട്ട് പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് എന്തെങ്കിലും ആനുകൂല്യം ഉണ്ടെന്ന് കൈവശക്കാരൻ പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റൂല. അതല്ലേ അവിടെ പ്രശ്നം വന്നത്. ആ ആൾ വീണ്ടും നമ്മൾ എന്താ പറഞ്ഞത്, നിങ്ങൾ എടുത്തോളൂ. ഇന്നാണ് പറഞ്ഞ പയർ സജീവമായിട്ട് നമ്മളുണ്ട്. ഞാനുണ്ടായിരുന്നു 5ാം വാർഡ് മെമ്പർ ഉണ്ടായിരുന്നു. രാവിലെ മുതൽ 2-3 മണി വരെ ഉണ്ടായിരുന്നു അല്ലേ. വാർഡ് മെമ്പർ അവിടെ വന്നിരുന്നു, കാര്യങ്ങൾ ചോദിച്ചു, ഞാൻ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് ഗഡ്സ് ഇല്ലാത്തതല്ല, കയ്യേറ്റത്തിന് ഗഡ്സ് കൊണ്ട് കാര്യമല്ല ഇല്ലല്ലോ. ഒരാൾ ഭൂമിനെ കുടിച്ചു വാങ്ങി ഗഡ്സുകൊണ്ട് കാര്യമില്ല, അത് നിയമപരമായി MLA ഉൾപ്പെടെ പോയി മീറ്റിങ്ങിനെ കണക്കല്ല. ബോധ്യപ്പെടുത്താം ഒരാളാണെങ്കിൽ. ഇപ്പൊ പൂക്കോട്ടമൺ ടൗണിൽ ബോധ്യപ്പെടുത്തി, മേജാക്കാനെ ബോധ്യപ്പെടുത്തി തന്നു, ഒരു വ്യക്തിയെ ബോധ്യപ്പെടുത്താം. എത്ര ആളുണ്ട് അവിടെ കയറോ? 48 കൈവശക്കാരുണ്ട്. ഈ 48 കൈവശം ഒരാൾ തിരുന്നാ പോരെ പോരെ? അതാണ് അവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് ഇന്ന് നമ്മളെടുത്ത തീരുമാനം ഇത് ഒരു പഞ്ചായത്ത് ഭരണസമിതി മാത്രമല്ല കേട്ടോ, നാട്ടുകാർ ഉൾപ്പെടെ എല്ലാവർക്കും വരും. നമ്മളിപ്പോ എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് നമ്മളെ മാത്രമെന്നല്ല, അവിടെ എല്ലാ പാർട്ടിക്കാരുണ്ട്. എന്തായാലും ഇപ്പം അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നാളെ രാവിലെ ബാക്കിയുള്ള സർവേ ചെയ്തിട്ട് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഒരു തർക്കം കാര്യത്തിലില്ല, ഒരു തർക്കമല്ല. അതില് ഇതിപ്പോ ഭരണസമിതിന്റെ മികവാണെന്നോ എനിക്ക് അളവാണ് ഇന്റെ മികവാണെന്ന് ഞാൻ പറയുന്നത്. എല്ലാവരും തുല്യ പങ്കാ. അൻവറാക്കിയും ഞാനും ഇന്നലെ അവിടെ ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അതിൽ പത്രക്കാർക്കും അതിൽ പങ്കുണ്ട്. നിങ്ങൾ ഈ വാർത്ത കൊടുത്തു, ഞങ്ങളെ പറയൊക്കെ കൂടി ഞങ്ങൾ കയ്യിൽ നിന്ന് നോക്കി അവസാനത്തെ മാർഗം ഡ്രെയിനേജ് എടുക്കാൻ തീരുമാനിച്ചു. അത് എല്ലാവർക്കും തുല്യ പങ്കാ. അത് പെട്ടെന്ന് നടക്കും. നമ്മളെ സമയം വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയർമാൻ പറഞ്ഞു തുല്യമായിട്ട് എല്ലാവർക്കും, എനിക്ക് ഒന്നും കൂടി വരികയാണ്, തുല്യമായിട്ട് എല്ലാവർക്കും ഫണ്ട് കൊടുത്തു എന്നുള്ളത് അല്ലേ. ഈ ചെയർമാൻ തന്നെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താ ഓരോ ഭാഗത്തേക്കും ബോർഡ് മീറ്റിംഗ് കൂടുന്ന സമയത്ത് പറഞ്ഞു ഞങ്ങൾക്ക് കൂടുതൽ ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്താ പറയല്, അങ്ങനെ പറയല്. അപ്പുറത്തെ ഭാഗത്ത് പ്രതിപക്ഷമാണ് ഇരിക്കല്, ഈ ഭാഗത്ത് UDFന്റെ മെമ്പർമാരായിരിക്കുന്നത്. ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് പൈസ ഫണ്ട് കൂടുതലുണ്ടാവും, അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് കുറവുണ്ടാവും എന്നുള്ളത് ബഹുമാനപ്പെട്ട ഈ ഇരിക്കുന്ന ചെയർമാൻ തന്നെ പറയുന്നത് അല്ലേ. അല്ലേ, അങ്ങനെ തന്നെ പറയുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ ഇനി ഒരുപാട് ഈ പറയുന്ന നീ ഏതാണ് 16ാം വാർഡ് മെമ്പർ എന്റെ വാർഡിലേക്ക് കിട്ടിയ പ്ലാൻ ഫണ്ടും 6ാം വാർഡ് മെമ്പറിലേക്ക് കിട്ടിയ പ്ലാൻ ഫണ്ടും പരിശോധിച്ചോളൂ. മാത്രമല്ല എന്റെ വാർഡ് സ്കൂളില്ല, എന്റെ അംഗനവാടിക്ക് മെയിൻ്റനൻസിന് ഫണ്ട് വെച്ചിട്ടില്ല, സബ് സെന്ററിന് മെയിൻ്റനൻസ് ഫണ്ട് വെച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എങ്ങനെയാ തയ്യാറെടുക്കുക? തയ്യാറെടുക്കേണ്ട ആവശ്യം എനിക്കില്ല. കഴിഞ്ഞപ്പോൾ ഇവര് പറഞ്ഞെന്താ, എനിക്കൊരു അംഗനവാടി മാത്രം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ 13ാം വാർഡ് മെമ്പർ. അപ്പൊ അവർക്ക് അത്ര കുറച്ചു മതി, ബാക്കി കിട്ടി. ഇവിടെ ഇതിപ്പോ എന്താ അതായത് സൗഹാർദ്ദ സംഭാഷണത്തിൽ ചിലപ്പോ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ടാവും. അത് നമ്മളൊരു സീരിയസ് ആയിട്ട് എടുക്കേണ്ടതല്ല. പരിശോധിച്ചിട്ട് ഈ പറഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്റെ വാർഡിലേക്ക് കിട്ടിയേക്കാൾ കുറവാണ് ഈ പറഞ്ഞ മെമ്പർമാർ കിട്ടിയെന്ന് ഞാൻ സമ്മതിക്കാം. റെക്കോർഡ് പരിശോധിക്കട്ടെ. ഞാൻ ഒരിക്കലും പറയുന്ന കാര്യങ്ങളെക്കാൾ റെക്കോർഡാണ് സംസാരിക്കുന്നത്. അല്ല, അത് ഇതിലേറെ തുറന്ന ഒരു സമീപനം പിന്നെ ഒരു ഭരണകക്ഷി നേതാവിന്റെ അടുത്ത് നിന്നുണ്ടായത് പ്രതിപക്ഷം മുതലെടുക്കാൻ കഴിയണം എന്നുള്ളതാണ്. പ്രതിപക്ഷം നന്നായി ഓരോ കാര്യങ്ങളും പ്രതിപക്ഷം നന്നായി പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷത്തിന് എത്ര വിയോജനക്കുറിപ്പ് പഞ്ചായത്തിൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു നോക്കൂ. ഓരോ കാര്യത്തിലും പഞ്ചായത്തിൽ വിയോജനക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ആ വിയോജനക്കുറിപ്പ് കൊടുത്തിട്ട് അതിന്റെ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ട്, ഞങ്ങൾ തീരുമാനം എടുക്കും എന്നുള്ളതാ പറയാ. നമുക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പഞ്ചായത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പഞ്ചായത്തിൽ തീരുമാനം എടുക്കുന്നതിന് നമ്മളെ വിയോജനം രേഖപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ നമുക്കുള്ളൂ. പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിന് മൊത്തം മറ്റു പഞ്ചായത്തുകളിലൊക്കെ കാണാം അങ്ങാടിയിലേക്ക് എത്തുമ്പോൾ ഒരു ബോട്ടിൽ ബൂത്ത്. നമ്മുടെ ചോക്കാട് പഞ്ചായത്തിൽ ബോട്ടിൽ ബൂത്ത് എത്തിയിട്ടുണ്ട്. എത്ര കാലമായിട്ട് ഇറങ്ങിപ്പോവാനായല്ലോ. ഈ മാലിന്യ സംസ്കരണം ഇന്ന് ഉണ്ടായതല്ലല്ലോ, അല്ലെങ്കിൽ ഈ വർഷത്തിൽ മാത്രം ഉണ്ടായതല്ലല്ലോ. ഒരു ബോട്ടിൽ ബൂത്ത് എന്ന് വെക്കേണ്ടതാണ് പഞ്ചായത്ത്. ഈ ചെയർമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ, പഞ്ചായത്ത് ബോർഡിൽ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ ബൂത്ത് വെച്ചിട്ടില്ല എന്നുള്ളത്. അത് അവരുടെ മോശം തന്നെയാന്നുള്ളത് അവർ പറയണ്ടല്ലോ.
ഇപ്പൊ പഞ്ചായത്തിൽ 2 ബോട്ടിൽ ബൂത്ത് വലിയ 2 കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ട്, കയറി വരുന്നോട് തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ, ഈ സംഭവം ഉണ്ട് എന്നുള്ളത് അറിയിക്കാൻ വെച്ചു എന്നുള്ളതല്ലാതെ നാട്ടിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ബോട്ടിൽ ബൂത്ത് കാണിച്ചു തരാൻ പറ്റുമോ? അത് പഞ്ചായത്തിന്റെ കഴിവ് തന്നെയല്ലേ? മറ്റു പഞ്ചായത്തുകളെല്ലാം പിന്നെ ചെയർമാന്റെ ഒരു വാക്കോട് കൂടി നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത് വെച്ചാൽ ബോട്ടിൽ ബൂത്തുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഏത് കാര്യങ്ങളാണെങ്കിലും ബോർഡിൽ കയറുമ്പോൾ നമ്മൾ ഭരണപക്ഷം പ്രതിപക്ഷം എന്ന് നോക്കിയാൽ സംസാരിക്കാം. പഞ്ചായത്തിൻ്റെ പൊതുവിഷയങ്ങളിൽ നടക്കേണ്ട കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ മുഖത്ത് നോക്കി പറയാന്നുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ പറയും. അത് ബോട്ടിൽ ബൂത്തിന് കുറവുണ്ടെങ്കിൽ ബോട്ടിൽ ബൂത്തിന് കുറവ് പറയും. അതൊരു എന്താ വികസന വിരുദ്ധം എന്നതിൻ്റെ അർത്ഥം നടക്കണം. അതിപ്പോൾ ഞാൻ ഒരു മെമ്പറാണ്, അതുപോലെ ഭരണപക്ഷത്താണ്, അപ്പോൾ വികസനം എന്തെങ്കിലും മോശമുണ്ട് എന്ന് പറയാൻ വേണ്ടിയില്ല. നമ്മളുടെ കാര്യങ്ങൾ ഇപ്പോൾ ബോട്ടിൽ ബൂത്തിൻ്റെ കാര്യം പറയാമെന്നത് ഇപ്പോൾ ഈ പഞ്ചായത്തുകൾക്ക് ബോട്ടിൽ ബൂത്ത് വന്നിട്ട് 6-7 മാസമായിട്ടുള്ളൂ. മറ്റു പഞ്ചായത്തുകൾ ആ സമയത്ത് പഞ്ചായത്തിൻ്റെ ആസ്തി പണമില്ലാത്തതുകൊണ്ട് ഈ പ്രാവശ്യം പദ്ധതി വെച്ചു, ടെൻഡറായി, സംഭവം വെക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും വെറുതെ പറയാം, അവിടെ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഓരോ സമയത്ത് ഇതിന്റെ കാര്യങ്ങൾ വരുന്നു, അതുപോലെ അവിടെ നടക്കുന്നുണ്ട്, തർക്കമൊന്നുമില്ല. ഇനി ഇവർക്ക് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു കിണറിന്റെ വിഷയം പറഞ്ഞു, വാർഡ് മെമ്പർ എന്നോട് പറഞ്ഞു അതിന് കുറച്ച് പൈസ വേറെ വേണമെന്ന് പറഞ്ഞു. അതിന് പൈസ വെച്ചില്ലേ ചോദിച്ചു നോക്കി. ഞാൻ വേറെ വെച്ചത് പൈസ കളഞ്ഞിട്ട് 2 ലക്ഷം രൂപ വെച്ചതിന് ശേഷം 2 ലക്ഷം രൂപയാക്കി. 2 ലക്ഷം രൂപയ്ക്ക് നടക്കൂല. അങ്ങോട്ട് ആ സ്ഥലം തിരിച്ചെഴുതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ആ സ്ഥലം തിരിച്ചെഴുതി കൊടുക്കാൻ വേണ്ടി സെക്രട്ടറി അടക്കം വന്ന് പറഞ്ഞപ്പോഴാണ് അവര് 1 ലക്ഷം രൂപ കൊടുത്തത്. അല്ലെ, എന്തായാലും ആസ്തി രജിസ്റ്ററിൽ നിന്നൊക്കെ നമ്മുടെ പഞ്ചായത്തിന്റെ ആസ്തികൾ കാണാതാവുക എന്നുള്ളത് ഗുരുതരമായൊരു പ്രശ്നമാണ്. പഞ്ചായത്ത് ഭരണസമിതി അത് പ്രതിപക്ഷം എന്നോ ഭരണപക്ഷം എന്നോ നോക്കാതെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് അത്തരം വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾ പരിശോധിച്ച് നടപടിയെടുക്കണമെന്നും കൂടിയാണ് നമുക്കിതിൽ പറയാനുള്ളത്. ഒറ്റ സെക്കൻഡ് പറഞ്ഞു. പഞ്ചായത്തിന് എന്താ ഈ അടുത്ത വർഷത്തെ പദ്ധതിക്ക് ഈ വർഷം തന്നെ ഒരു സീസണൽ കലണ്ടർ വെച്ചിട്ടാണ് നമ്മൾ പഞ്ചായത്തിന് മുന്നോട്ട് പോകുന്നത്. അത് സർക്കാരിന്റെ നേരിട്ടുള്ള ഓർഡറാണ്. ആ സീസണൽ കലണ്ടർ വെച്ചിട്ട് ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം, ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞു പോയെങ്കിൽ ആ സമയത്ത് കൃത്യമായി നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പഞ്ചായത്തിൽ ക്യൂബിൽ വരില്ല. ഈ മാർച്ച് 27-ാം തീയതി ചെയർമാൻ പറഞ്ഞു, മാർച്ച് 27-ാം തീയതി കൊണ്ട് ബില്ല് കൊടുക്കേണ്ട സാധനമല്ല പഞ്ചായത്തിലെ കാര്യങ്ങൾ. മാർച്ച് വരുമ്പോൾ അത് മാർച്ചിന് മുമ്പേ, ഡിസംബർക്ക് മുമ്പേ അടുത്ത വർഷത്തേക്കുള്ള പദ്ധതികൾ ഉണ്ടാക്കി അത് രൂപീകരിച്ച് അതിന്റെ വർക്കിംഗ് ഗ്രൂപ്പും അതിന്റെ ഗ്രാമസഭകളും എല്ലാം കഴിഞ്ഞു വെക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള പരിപാടികൾ നടക്കുന്നത്. അല്ല, അത് എനിക്ക് തോന്നുന്നത് ഏപ്രിൽ മുതൽ തന്നെ, ഒരു സാമ്പത്തിക വർഷത്തിന്റെ ഏപ്രിൽ 1-ാം തീയതി മുതൽ തന്നെ ഇംപ്ലിമെന്റിംഗ് കൂടി നടത്തുന്ന രൂപത്തിലേക്ക് സർക്കാർ ഒരു സംവിധാനം ഏർപ്പാടാക്കിയിട്ടിരുന്നു. ഇവിടുത്തെ കോൺട്രാക്ടർമാര് പണിയെടുക്കുന്ന സമയത്ത് ലാസ്റ്റ് വെച്ചിട്ടാണ് പണിയെടുക്കുന്നത്. കഴിഞ്ഞ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഒരു പ്രാവശ്യം പുറത്തുനിന്നുള്ള കോൺട്രാക്ടർമാർ വന്നൂടെ, ആ കോൺട്രാക്ടർ വന്ന സമയത്ത് എഗ്രിമെന്റ് വെച്ച് പോയി അവർ ആ ഉടനെ തന്നെ പണിയെടുത്ത് പോയി. അത് മാർച്ച് ആവാൻ നിന്നിട്ടില്ല, ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആയപ്പോഴേക്കും ഒരു പൈസ വാങ്ങിപ്പോയി. അതും അതുപോലുള്ള ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത്, അതും ഇതുപോലത്തെ ഭരണസമിതി തന്നെയാണ് ചെയ്യുന്നത്. അതെ, നമുക്ക് ഈ ചർച്ച കാര്യങ്ങൾ പറഞ്ഞാല് നിലവിൽ പറഞ്ഞത് മാർച്ച് ഏപ്രിൽ നമ്മള് പദ്ധതി ഉണ്ടാക്കാൻ പറയുന്നതും കഴിഞ്ഞ സാമ്പത്തിക വർഷം 25-26 സാമ്പത്തിക വർഷത്തിൽ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പരിശോധിച്ചാൽ എത്ര വട്ടം ഭേദഗതി ചെയ്തു എന്നുള്ളത്. കാരണം നമ്മളോട് 2 കോടി രൂപയുടെ പ്രൊജക്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അവസാന പ്രൊജക്ട് ഒക്കെ ഉണ്ടാക്കി അംഗീകാരം കിട്ടുമ്പോഴാണ് 2 കോടി ഇല്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇതിനെ വീണ്ടും കുറക്കണം. ഇങ്ങനെ വരും. അത് മാത്രമല്ല, കേന്ദ്രത്തിന്റെ പ്രശ്നമുണ്ട്. കേന്ദ്രം 1 ലക്ഷം രൂപക്ക് 100 പദ്ധതി പറയാം. 1 ലക്ഷം രൂപക്ക് 100 പദ്ധതി. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലേ. മൂന്നാമത്തെ കാര്യം, ലാസ്റ്റത്തെ കാര്യം പറയട്ടെ, ബില്ലിന്റെ കാര്യം പറയുന്നു. 5 ലക്ഷം രൂപ 5 ബില്ലാക്കാതെ ഈ സാമ്പത്തിക വർഷം ഈ 5 വർഷം കിട്ടിയിട്ടില്ലെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഇവിടെ ഒന്ന് മാപ്പ് പറഞ്ഞ് തിരിച്ചെടുക്കാം. ഇന്നത്തെ കാര്യത്തിൽ നടക്കുന്നില്ല. 5 ലക്ഷത്തിന് 5 തവണ 5 ബില്ലാണ് കൊടുക്കണം. ഇന്നത്തെ കേരളത്തിന്റെ നമുക്ക് സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സമയം കഴിഞ്ഞ 5 വർഷം ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടുള്ള ഏകദേശം പ്രവൃത്തികളൊക്കെ, എങ്കിലും ചില കാര്യങ്ങളും കൂടി വരാണ്ട്, ഹോമിയോ ആശുപത്രി വരാണ്ട്, പിന്നെ ആയുർവേദ ആശുപത്രി, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരാനുണ്ട്. എങ്കിൽ കൂടി നമുക്ക് ഇനി ഒരു പിന്നീട് ഒരിക്കലാവാം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സംഭവത്തിൽ ഈ ഇന്നത്തെ ഈ ചാനൽ ചർച്ചയിൽ വന്നിരിക്കേണ്ടത് ബഹുമാനപ്പെട്ട
അല്ല അത് ഞാൻ മറുപടി അല്ലല്ല അത് ഞാൻ പറഞ്ഞ അല്ല ആ തീരുമാനം അത് എന്റെ അധികാരമാണ്. അതെന്റെ അധികാരം. കാരണം എന്താ വെച്ചാല് ഈ ചാനലിന്റെ അധികാരം. ഇവിടെ മറ്റ് ചില പഞ്ചായത്തുകളിൽ പ്രതിപക്ഷം വന്ന് ഇന്ന് പ്രതിപക്ഷത്തിന്റെ ആള് ഭരണപക്ഷത്തിന്റെ മെമ്പർ അല്ല ഇവിടെ വന്നത്, പ്രസിഡന്റ് അല്ല വന്നേ ഇവിടെ ഒരു പഞ്ചായത്തില്. അതേമാതിരി അതില് അത് ഞങ്ങളെ അധികാരം അവകാശമാണ്. ആ കാര്യത്തില് നമുക്ക് ഇനിയിപ്പോ എന്താ പറയുക, ഈ കാര്യത്തില് ചോക്കാട് പഞ്ചായത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷം സംഭവബഹുലമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ചർച്ച ഒരിക്കലും ഇവർ അവസാനിക്കൂല, തുടരും. അതുകൊണ്ട് തന്നെ പക്ഷെ നമുക്ക് സമയപരിമിതി കാരണം ഈ ചർച്ച തദ്ദേശ ഭരണം നേട്ടമോ കോട്ടമോ എന്നുള്ളത് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുവാണ്. പങ്കെടുത്ത ഈ ഭരണകക്ഷിയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ സിറാജ് നീലാംബരക്കും അതുപോലെ പ്രതിപക്ഷ നേതാവായ ഷാഹിന ബാനുവിനും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യുന്നു.